Hi all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് May 26 Quantitative Aptitude Mock Test Paper 2 ആണ്. So straight away നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Salaries of Ravi and Sunit are in the ratio 2:3. If the salary of each is increased by rupees 4,000, the new ratio becomes 40:57. Then what is Sunit's present salary? ഇപ്പോഴത്തെ salary. So നമുക്ക് ratio തന്നിട്ടുണ്ട്. Ratio എത്രയാണ്? 2:3. That means actuals നമുക്ക് ഏതൊക്കെ എടുക്കാം? R-ന് R:S എന്നുള്ള actual. Ravi is to Sunit. R and S. So R-ന് 2x ആണെങ്കിൽ S-ന് 3x ആണ്. So right now ratio എത്രയാണ്? 2x divided by 3x ആണ്. രണ്ടുപേർക്കും 4000 വെച്ച് കൂടിയാൽ that means രവിക്ക് 4000 കൂടി, അതേപോലെ തന്നെ സുനീത്തിനും 4000 കൂടി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രവിക്ക് 2x ആയിരുന്നു ആക്ച്വൽ റേഷ്യോ, പ്രസന്റ് 2x ആയിരുന്നു, സുനീത്തിന് 3x ആയിരുന്നു. 4000 വെച്ച് കൂടിയാൽ റേഷ്യോ എത്ര? ഇപ്പോഴത്തെ സാലറി റേഷ്യോ 2x plus 4000 ഡിവൈഡഡ് ബൈ 3x plus 4000 എന്ന് പറഞ്ഞ എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ 57 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ so this can be written as 57 into x, that means 114x plus 4000 into 57, 2,28,000 is equal to 40 into 3x, that means 120x plus 40 into 4,000, 1,60,000. So that implies this can be written as 1,60,000 കുറിച്ചാൽ 68,000. അതായത് ഈ 1,60,000 ഇപ്പുറത്തേക്കും വരും, 114x എന്നുള്ളത് RHSലേക്ക് പോവുക. സോ മിച്ചം എത്ര വരും? 2,28,000 മൈനസ് 1,60,000. മൈനസ് 1,60,000 എന്ന സ്റ്റെപ്പാണ് ഒഴിവാക്കിയിരിക്കുന്നത്. 68,000 is equal to 120x minus 114x, that means 6x. That implies 68,000 divided by 6 equal to x. So that implies x എത്ര വരും? നമുക്ക് ഡെസിമൽ ആയിട്ടാണ് കിട്ടുന്നത്. 11,333.33. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡെസിമൽ ആയതുകൊണ്ട് 11,333.33. നമുക്ക് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് സുനീറ്റ്സ് പ്രസന്റ് സാലറി. സോ എസിന്റെ പ്രസന്റ് സാലറി എത്രയാണ്? 3x. സോ ഇൻറ്റു 3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 33,999.99. That means 34,000 is the right answer. 34,000. Choice D is the right answer. Okay. Then the price of scooter and a moped are in the ratio 7:9. So again ratio scooter and moped are in the ratio 7:9. So that means actuals എത്രയൊക്കെ എടുക്കാം? 7x and 9x. Then if the price of moped is moped is rupees 1,000 more than that of scooter, that means സ്കൂട്ടറിന്റെ പ്രൈസിനെക്കാട്ടിലും 16,000 കൂടുതലാണ്. സോ സ്കൂട്ടറിന്റെ ആക്ച്വൽ പ്രൈസ് 7x, അതിന്റെ കൂടെ 16,000 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? മോപ്പഡിന്റെ പ്രൈസായ 9x കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ 2x is equal to 16,000. That implies x is equal to 8,000. So the price of moped, that means നമുക്ക് എന്താണ് വേണ്ടത്? മോപ്പഡിൻ്റെത് 9x ആണ്. 9x എത്ര കിട്ടും? 8
then 9 into 8000, that means 72,000. 72,000 is the right answer. 72,000. 72,000. Okay, then third one, logarithm question ആണ് 1/2 log 25 to the base 10 minus 2 log 3 to the base 10 plus log 18 to the base 10. ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം എല്ലാത്തിൻ്റെയും ബേസ് 10 ആണെങ്കിൽ നമുക്ക് ലോഗ് എം പ്ലസ് ലോഗ് എൻ അല്ലെങ്കിൽ ലോഗ് എം മൈനസ് ലോഗ് എൻ, ഈ രണ്ട് പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ലോഗ് എം പ്ലസ് ലോഗ് എൻ ബേസ് 10 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ഓഫ് എം ഇൻറ്റു എൻ. സോ അതേപോലെ ലോഗ് എം മൈനസ് ലോഗ് എൻ, ലോഗ് ഓഫ് എം ബൈ എൻ. രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. ഈ രണ്ട് പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ ആൻസറിലേക്ക് എത്താം. സോ 1/2 ഇവിടെ നമുക്ക് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം? 1/2 log 25 can be written as 1/2 log 25. That means log 25 raised to 1/2 to the base 10 minus log 3 square to the base 10 plus log 18 to the base 10. So 25 raised to 1/2, that means root of 25. Okay, try to log 5 to the base 10. Then ഇത് ഞാൻ ഒന്ന് പ്ലസ് ഉള്ളത് ഒന്ന് ഇപ്പുറത്തേക്ക് എഴുതുകയാണ്. പ്ലസ് ലോഗ് 18 to the base 10 minus log 9 to the base 10. So log, first log m plus log n property apply ചെയ്യുമ്പോൾ first two terms എടുത്തിട്ട് log m plus log n property apply ചെയ്താൽ this can be written as log of 5 into 18 to the base 10 minus log 9 to the base 10. So that implies again log m minus log n property apply ചെയ്യുമ്പോൾ log 5 into 18 divided by 9 to the base 10. So this can be written as log 10 to the base 10, that means 1. Log 10 to the base 10 is equal to 1. Log 10 to the base 10 is equal to 1. Then next one, fourth question also logarithm question ആണ്. 1 divided by, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 divided by log xyz to the base xy plus 1 divided by log xyz to the base z plus 1 divided by log xyz to the base xz. സോ നമുക്ക് ഫസ്റ്റ് ചെയ്യുന്നത്, വേറെ സ്റ്റെപ്പിലേക്ക് ഒന്നും പോകരുത്, ഈ ഡിനോമിനേറ്ററിലുള്ള ലോഗിനെ എല്ലാം നമുക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം. അതിനായിട്ട് എന്ത് ചെയ്താൽ മതി? സോ ലോഗിൻ്റെ ആ കണ്ടുപിടിക്കേണ്ട വാല്യൂ xyz എന്നുള്ളതും ആ ബേസ് ആയിട്ടുള്ള xy അതെന്താണ് ഇന്റർചേഞ്ച് ചെയ്താൽ മതിയാകും. ഓക്കെ, സോ ദാറ്റ് മീൻസ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇത് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ എങ്ങനെ എഴുതാം? ലോഗ് xy ടു ദ ബേസ് xyz പ്ലസ് log yz to the base xyz plus log zx to the base xyz. So that implies log m plus log n format. എല്ലാത്തിൻ്റെയും ബേസ് എത്രയാണ്? xyz ആണ്. Therefore this can be written as log of xy into yz into zx to the base xyz. So that means this can be written as log of x 2 തവണ x square y square z square base xyz. So that implies indices in a property apply log of xyz square to the base xyz. So xyz square നമുക്ക് എങ്ങനെ എഴുതാം? 2 log xyz. So last step, 2 log xyz to the base xyz. Logarithm of a number to the same base is always 1. That means 2 into 1 is equal to 2. 2 into 1 is equal to 2. Okay, then choice 2 is the right answer. Choice 2 is the right answer. Then next one, fifth one, roots of the equation. Second chapter, equation chapter le cubic equation roots use. നമ്മുടെ ഈ എക്സാമിന്, ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. നമുക്ക് എക്സാമിന് എത്രത്തോളം ചാൻസ് ആണ് ഈ ഒരു ക്യൂബിക് ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ റൂട്ട്സ് യൂസ്, നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്യാം. എക്സ് ക്യൂബ് പ്ലസ് 9x² മൈനസ് എക്സ് മൈനസ് 9 ഈക്വൽ ടു 0.
So ഇതിൻ്റെ റൂട്ട്സ് ആൽഫ ബീറ്റ ഗാമ എന്നിരിക്കട്ടെ. ദെൻ സം ഓഫ് റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ, ദാറ്റ് മീൻസ് -9 വരും. ദെൻ ലാസ്റ്റ് വൺ, രണ്ട് ടേംസ് ആണ് നമ്മൾ എടുക്കുന്നത്, ഇതും ലാസ്റ്റ് വൺ ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ എ ആണ്, ദാറ്റ് മീൻസ് അത് +9 വരും. അതായത് നേരെ നമുക്ക് എന്താണ് ചോയ്സ് മെത്തേഡിൽ 3 നമ്പേഴ്സ് വേണം, 3ഉം കൂടെ ആഡ് ചെയ്താൽ -9 വരണം, 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരണം +9 വരണം. ഓക്കെ, 3ഉം കൂടെ ആഡ് ചെയ്താൽ -9 വരണം, 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ സോ 1 2 3 വരില്ല, മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 6 ആണ് വരുന്നത്, ആഡ് ചെയ്താൽ 7 ആണ് വരുന്നത്. സെക്കൻഡ് വൺ 1 -1 -9 ആഡ് ചെയ്താൽ -9 വരും, മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും എക്സാക്ട്ലി +9 കിട്ടും. ദെയർഫോർ ആൻസർ ചോയ്സ് മെത്തേഡ്. ഇത്രത്തോളം മാർക്ക് ചെയ്തേക്കുക, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ തവണത്തെ എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണിത്, RTPയിലും വന്നിട്ടുണ്ട്. സോ മാർക്ക് ഇറ്റ് ആസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ May 26 exams. Okay, then next one, alpha plus beta and alpha into beta equal alpha plus beta equal to -2 and alpha into beta equal to -3. Alpha and beta are the roots of the equation. So equation കണ്ടുപിടിക്കണം. So alpha and beta roots ആണ്, that means alpha plus beta എത്ര വന്നിട്ടുണ്ട് -2, that means sum of roots. Then alpha into beta is equal to -3, that means product of roots. Therefore നമുക്ക് റൂട്ട്സ് തന്നാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫോർമുല എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഇസ് ഈക്വൽ ടു 0. നേരെ ഇട്ട് കൊടുക്കുക, x² മൈനസ് -2 ഇൻറ്റു എക്സ് പ്ലസ് -3 ഇസ് ഈക്വൽ ടു 0. സോ എത്ര വരും? x² plus 2x minus 3 is equal to 0. x² plus 2x minus 3 is equal to 0. x² plus 2x minus 3 is equal to 0. Okay, then next one. So la question aano u raised to 5 u raised to 5x is equal to v raised to 5y is equal to w raised to 5z and ഇത്രയും ഈക്വൽ ആണ് തന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് വേറെ കൊടുത്തിട്ടുണ്ട് u² ഈക്വൽ ടു v ഇൻറ്റു w. ഈ ഒരു കേസിൽ നമുക്ക് എല്ലാത്തിനെയും ഫിഫ്ത്ത് റൂട്ട് എടുത്താലും ഈക്വൽ ആയിരിക്കുമല്ലോ ഫിഫ്ത്ത് റൂട്ട്. സോ ഫിഫ്ത്ത് റൂട്ട് എടുക്കാൻ മീൻസ് എന്ത് വരും? u raised to 5x the whole raised to 1/5 is equal to v raised to 5y, v raised to 5y, p raised to 5y the whole raised to 1/5 is equal to w raised to 5z the whole raised to 1/5 equal ആയിരിക്കും. So that means ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യുമ്പോൾ u raised to x is equal to v raised to y is equal to w raised to z is equal to k എന്ന് കൊടുക്കാം. 3 unknown indices equal ആവണമെങ്കിൽ നമ്മൾ എന്തിനോട് ഇക്വേറ്റ് ചെയ്യും? k യോട് ഇക്വേറ്റ് ചെയ്യും. k യോട് ഇക്വേറ്റ് ചെയ്തു. then okay, so that means നമുക്ക് u raised to x is equal to k, that implies u is equal to k raised to 1/x. അതേപോലെ v raised to y is equal to k, that implies v is equal to k raised to 1/y. then w raised to z equal to k, that implies w equal k raised to 1/z. okay, then നമുക്കൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, u² ഈക്വൽ ടു v ഇൻറ്റു u ഇൻറ്റു v ഇൻറ്റു w ആണ്. v ഇൻറ്റു w ആണ്. u² is equal to v ഇൻറ്റു w, v ഇൻറ്റു w. ഓക്കെ, then u² u എത്രയാണ്? k raised to 1/x the whole square is equal to k raised to 1/x the whole square is equal to v എത്രയാണ്? k raised to
1 by y into w k raised to 1 by z. So that implies k raised to 2 by x equal to k raised to 1 by y plus 1 by z. 1 by y plus 1 by z. So that implies 2 by x is equal to 1 by y plus 1 by z. 1 by y plus 1 by z. നമുക്ക് ചോദിക്കുന്നത് xy plus xz minus 2yz. നോക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 by x is equal to, so നമുക്കിത് എങ്ങനെ എഴുതാം? z plus y divided by yz. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2yz is equal to xy plus xz. So that implies നമുക്ക് 2yz നെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ xy plus xz minus 2yz equal to 0 വരും. ഇതല്ലേ നമുക്ക് ചോദിച്ചിരിക്കുന്നത്? xy plus xz minus 2yz. എക്സാക്ട്ലി നമ്മൾ ഈ ചെയ്ത് വന്നിരിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. therefore ആൻസർ എന്ത് വന്നു? 0 0 0. Okay, clear? Then next one, find the value of k in 3x square minus kx plus 5 equal to 0 if x is equal to 2. That means ഒരു റൂട്ട് എക്സ് 2 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ k യുടെ നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് 1 റൂട്ട് ഓഫ് ദ ഇക്വേഷൻ ഈസ് 2, then find the value of k പോലെ ചോദിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ട് എക്സിന്റെ വാല്യൂ തന്നിട്ട്, ദാറ്റ് മീൻസ് റൂട്ട് തന്നിരിക്കുന്നു, k യുടെ വാല്യൂ ചോദിച്ചിരിക്കുന്നു. നേരെ നമുക്ക് ഇട്ട് കൊടുക്കാം. 3 into 2 square minus 2 into k into 2 plus 5 equal to 0. That implies 3 into 4, 2 square 4, 12 minus 4k plus 5 is equal to 0. 17 is equal to minus 4k equal to plus 4k. That implies k is equal to 17 divided by 4. 17 divided by 4. 17 divided by 4. Then next one, the difference between roots of the equation. Difference between roots of the equation. So നോക്കാം, രണ്ട് റൂട്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു. സോ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 7x മൈനസ് 9 ഈക്വൽ ടു 0 ഉണ്ടോ? ഡിഫറൻസ് ബിറ്റ്വീൻ റൂട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ രണ്ട് റൂട്ട്സ് ആൽഫയും ബീറ്റയും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ നമുക്ക് രണ്ട് കാര്യങ്ങൾ, സം ഓഫ് റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ and minus b by, that means minus of minus 7, that means 7. Then alpha into beta, product of roots വരും c by a, that means minus 9. പക്ഷെ നമുക്ക് കണ്ടത് രണ്ടും അല്ല ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ആൽഫ മൈനസ് ബീറ്റ ഡിഫറൻസ് ആണ് വേണ്ടത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഉണ്ടോ? ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫ മൈനസ് ബീറ്റ. ഓക്കെ, ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. ദാറ്റ് മീൻസ് 7 the whole square minus 2 into minus 9. So 49 plus minus alpha minus beta, the whole square. So throw it minus 4 alpha beta. Minus 4 alpha beta. Alpha square plus beta square ആണെങ്കിൽ നമുക്ക് minus 2 alpha beta വരുന്നത്. ഇത് alpha minus 4 alpha beta വരണം. That means plus 36. 85 വരും. നമുക്ക് വേണ്ടത് എന്താണ്? ആൽഫ മൈനസ് ബീറ്റ ആണ് വേണ്ടത്. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ മൈനസ് ബീറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് 85. Root of 85. അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ? ചോയ്സ് ബി is the right answer. Choice B is the right answer. Okay, alpha minus beta is equal to root of 85. Then third chapter like വന്നിരിക്കുന്നു. The solution of the inequality 8x plus 6 less than 12x plus 4. So that implies 6 minus 4 less than 12x minus 8x.
that implies 2 less than 4x. 2 less than 4x. That means 4 divided 2 by 4 less than x. 1 by 2 less than x. So that means x less than 1 by 2. X less than 1 by 2. X less than 1 by 2. Sorry, x 1 by 2 less than x less than 1 by 2 less than x. That means x greater than 1 by 2. X greater than 1 by 2. So x greater than 1 by 2 എന്ന് പറഞ്ഞാൽ x ന്റെ വാല്യൂ 1 by 2. Then അതിന്റെ മേളിലേക്ക് വേണമെങ്കിൽ 1 ആകാം. അങ്ങനെ വന്ന് എന്താ പ്ലസ് ഇൻഫിനിറ്റി വരെ ആകാം. പ്ലസ് ഇൻഫിനിറ്റി. സോ ദാറ്റ് മീൻസ് ചോയ്സ് ഡി 1 by 2 മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ ആകാം. ചോയ്സ് ഡി ഈസ് ദ റൈറ്റ് ആൻസർ. On solving നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. On solving 2x plus 5y. So first നമുക്ക് 2x plus 5y വില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചോയ്സ് മെത്തേഡ് കഴിഞ്ഞാൽ എല്ലാം സ്യൂട്ട് ആകും. അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് ഇൻഇക്വാളിറ്റീസ് 2x plus 5y less than 3x plus 2y less than or equal to 12. രണ്ട് ഇൻഇക്വാളിറ്റീസ് ഉണ്ട്. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഗ്രാഫിക്കൽ മെത്തേഡിൽ ഒന്ന് സോൾവ് ചെയ്യാം. 2x plus 5y ഈക്വൽ ടു 20 എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് വൈ എക്സിന് 0 കൊടുത്താൽ y 4 വരും. വൈക്ക് 0 കൊടുത്താൽ x 10 വരും. ദെൻ രണ്ടാമത്തത് 3x plus 2y ഈക്വൽ ടു 12 എടുത്താൽ എക്സ് വൈ എക്സിന് 0 കൊടുത്താൽ y 6 വരും. വൈക്ക് 0 കൊടുത്താൽ x 4 വരും. സോ ദ x, y ഗ്രേറ്റർ ദാൻ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ടൈപ്പിങ്ങിൽ വന്ന എററാണത്. ക്വസ്റ്റ്യൻ ഒന്ന് മിസ്റ്റേക്ക് ആണ്. അത് നെഗറ്റീവ് വാല്യൂസ് ഒന്നും തന്നെ ഇവിടെ അതിനകത്ത് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനെ മിസ്റ്റേക്ക് ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് നോർമലി വരുന്നത്. അത് തന്നെയായിരിക്കും അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ടൈപ്പിങ്ങിൽ വന്ന ക്വസ്റ്റ്യനിൽ വന്ന ഒരു എററാണ്. ദെൻ നമുക്ക് ഇൻഇക്വാളിറ്റി വരയ്ക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ 10 വരെ വേണം, വൈ ആക്സിസിൽ 6 വരെ. Nine, 10. 1, 2, 3, 4, 5, 6. So x axis 0, y axis 4. X axis 0, y axis 4, y axis 0, x axis 10. Then x axis 0 ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഇതിൻ്റെ ലോവർ പോർഷൻ. ദെൻ അടുത്തത് എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ 6, എക്സ് ആക്സിസിൽ 4. ഓക്കെ, സോ ഇതിൻ്റെ ലോവർ പോർഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ആണ് വരുന്നത്. ഇത് 0, 0, 4, 0, then 0, 4, 0, 0, 0, 4, 4, 0.
10 0 വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് ബി ഒഴിവാക്കാം. 2 3 0 0 0 6 വരുന്നില്ല. ഇനി അടുത്തത് എ ആണോ സി ആണോ നോക്കാം. അപ്പോൾ നമുക്കിത് ഗ്രാഫ് വരച്ചിരുന്നെങ്കിൽ എക്സാക്ട്ലി കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയാൽ നമ്മൾ കറക്റ്റ് ഒരു 1 സെൻറ്റിമീറ്റർ ഒന്നും കറക്റ്റായിട്ട് എടുത്തല്ല, അതുകൊണ്ട് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 2x plus 5y equal to 20. അടുത്തത് 3x plus 2y equal to 12. സോ ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ടും ഇതിനെ 2 കൊണ്ടും 6x plus 15y is equal to 60. ദെൻ താഴേക്ക് വരുമ്പോഴത്തേക്കും 3x 4x 6x plus 4y equal to 24. So the minus symbol plus 11y is equal to 36. So y equal to 36 divided by 11. So 36 divided by 11 വരുന്ന ഇതിനകത്ത് y3 ആണ് വരുന്നത്. നമുക്ക് ആക്ച്വലി 36 by 11 ആണ്. സോ y 36 11 വരുന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ, പിക്ക് ദാറ്റ് ചോയ്സ്. നോർമലി നമുക്ക് ചോയ്സ് മെത്തേഡിൽ ഒരെണ്ണം മാത്രമേ സ്യൂട്ട് ആവുള്ളൂ എങ്കിൽ അതെടുക്കാം. ഇവിടെ നമുക്ക് എന്താണ് ഒന്നിൽ കൂടുതൽ സ്യൂട്ട് ആവും, അതുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ് വരച്ചത് ഫൈനലൈസ് ചെയ്തത്. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ. സോ നമ്മുടെ 4th ചാപ്റ്ററിലേക്ക് വരികയാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഫൈൻഡ് ദ എഫക്റ്റീവ് റേറ്റ് ഓഫ് so effective rate interest, when the effective rate of interest on rupees 10,000 the principal ne yador impact illa, so which is payable half yearly. നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് description half yearly 5%. so effective rate of interest half yearly and is equal to 1 plus I by 2 the whole square minus 1 into 100. so that means 1 plus 0.05 divided by 2 the whole square minus 1 into 100. so calculator le nere cheya, calculator le 0.05 divided by 2 plus 1 equal adikka, then into equal adikka minus 1 into 100. 5.06%, 5.06%, 5.06%, 5.06%, 5.06%. okay, then next one. Again, effective rate of interest at 10% per annum. Interest is payable quarterly. So ഇത്തവണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് പേയബിൾ ക്വാർട്ടർലി അല്ലെങ്കിൽ പേയബിൾ ഹാഫ് ഇയർലി അല്ലെങ്കിൽ പേയബിൾ മന്ത്ലി. ഇതിലെ ഒരു എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. സോ പേയബിൾ ക്വാർട്ടർലി വന്നു കഴിഞ്ഞാൽ ഇ ഇസ് ഈക്വൽ ടു 1 പ്ലസ് 0.10 ഡിവൈഡഡ് ബൈ 4 ദ ഹോൾ റേസ് ടു 4 മൈനസ് 1 ഇൻറ്റു 100. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 0.1 divided by 4 plus 1 equal അടിച്ചു കഴിഞ്ഞാൽ into equal 2 times 3 times 4 times minus 1 into 100. Ready? 10.38%. 10.38%. okay, then next one. What will be the population? What will be the population after 3 years when the present population is 1,25,000 and population increases at the rate of 3% first year, 4% second year and 5% third year. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് കട്ട് കാൽക്കുലേറ്ററിലേക്കാണ് ഇപ്പോഴുള്ളത്. പ്രസന്റ് പോപ്പുലേഷൻ്റെ കൂടെ നമ്മൾ എന്താണ് കോമ്പൗണ്ട് ചെയ്താണ് പറയുന്നത്. നേരെ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഇയറിലെ ആഡ് ചെയ്യുക, അങ്ങനെ ആ കിട്ടുന്നതിൻ്റെ പുറത്ത് രണ്ടാമത്തേലെ ആഡ് ചെയ്യുക, ആ കിട്ടുന്നതിൻ്റെ പുറത്ത് മൂന്നാമത്തെ ഇയറിലെ ആ റേറ്റ് ആഡ് ചെയ്താൽ നമ്മുടെ ആൻസറായി. 1,25,000 plus 3% plus 4% plus 5% equal to 1,40,595. 1,40,595. 1,40,595. okay, then next question. The value of scooter is 1 lakh.
Find its value after 7 years if rate of depreciation is 10%. And obviously, depreciated value കണ്ടുപിടിക്കാനുള്ള question. So that means WDV, written down value അല്ലെങ്കിൽ depreciated value formula എന്താണ് C into 1 minus I the whole raised to n. So cost 1 lakhs into 1 minus 0.10 raised to 7. 1 lakhs into 0.90 the whole raised to 7. 0.9 into equal to 2 times 3, 4, 6, 7 into 10,000 into 10,000. So 30, 47 into 1 lakh 11. So 47,829. 829.69. So that means 47,830 ആണ് ഏറ്റവും അടുത്ത് വരുന്നത് round off ചെയ്യുമ്പോൾ 47,830 is the right answer. The next one, simple interest 0.125p at 10%. Find time. So simple interest കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? P into I into T. So simple interest തന്നിട്ടുണ്ട് 0.125p is equal to P into I എത്രയാണ് 0.10 into T. രണ്ട് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? PP get cancelled. So മിച്ചം എന്ത് വരും? T is equal to 0.125 divided by 0.1. 0.125 divided by 0.1. So 1.25. 1.25 years. So 0.25 means എന്താണ്? 1/4 ആണ് അല്ലേ? So 1 year and 3 months. 1 year and 3 months. 0.25. That means for 3 months. 1 year and 3 months. 1 year and 3 months. How much amount is required to be invested every year so as to accumulate rupees 6 lakh at the end of 10 years if interest is compounded annually at 10%. Okay, at the end of 10 years. That means idendana future value of annuity regular. 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 So future value of annuity regular formula എന്തെടുക്കാം? Future value is equal to A into 1 plus I the whole raised to n minus 1 divided by I. നേരെ values ഇട്ട് കൊടുക്കുക. How much amount is required every year so as to accumulate? That means future value ആണ് തന്നിരിക്കുന്നത് at the end of 10 years if interest is compounded annually. So A കണ്ടുപിടിക്കണം. 1.10 raised to 10 minus 1 divided by 0.10. 1.1 raised to 10 നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2.5934 minus 1 divided by 0.1 equal അടിക്കുക m plus 6 lakh divided by MRC equal A is equal to 37,647.29. 37,647 is the right answer. Translate അടുത്ത് വരുന്നത്. Okay, then next one, the difference between simple interest and compound interest for 2 years. So CI minus SI for 2 years എന്ന് പറയുന്നത് PI square ആണ്. അത് എത്രയാണ്? 21 ആണ്. So rate of interest P into 0.05 square equal to 21. That implies P is equal to എത്ര കിട്ടും? കാൽക്കുലേറ്ററിൽ 0.05 into അടിക്കുക plus 21 divided by MRC equal 8,400 is the right answer. 8,400 is the right answer. Okay, then the present value of a scooter is 72,000 if its value decreases every year by 10%. its value before 3 years. No, ഇപ്പോഴത്തെ വാല്യൂ 72,000 ആണ്. അതായത് ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ആണ് 72,000. 10% ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 3 വർഷം മുന്നേ ഉള്ള കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ.
ക്വസ്റ്റ്യൻ ഇതേ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റുകളിലെല്ലാം ഇതിനു മുമ്പ് ഒരുപാട് തവണ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ചേഞ്ച് ചെയ്ത് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രസന്റ് വാല്യൂ അറ്റ് പ്രസന്റ് റൈറ്റ് നൗ 72,000 ആണ്. ഡിപ്രീസിയേഷൻ 10% ആണ്. ദെൻ ഇറ്റ്സ് വാല്യൂ ബിഫോർ 3 years 3 വർഷം മുന്നേ ഉള്ള 3 വർഷം കൊണ്ട് ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് 72,000. 3 വർഷം മുമ്പുള്ള ആക്ച്വൽ കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ റിട്ടേൺ ഡൗൺ വാല്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു 1 മൈനസ് ഐ ദ ഹോൾ റൈസ് ടു എൻ. സോ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് 72,000 ഇസ് ഈക്വൽ ടു സി ഇൻറ്റു 1 മൈനസ് 0.10 the whole raised to 3. 72,000 is equal to C into 0.9 raised to 3. That implies C. Calculator 0.9 into equal to times 3. And M plus 72,000 divided by MRC equal. Ready? C equal 98,765.43. 98,765 is the right answer. Okay, then next one. Mr. X lent some amount of money at 4% simple interest and he obtained rupees 520 less than he lent in 5 years. The sum lent. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ എക്സ് ലെൻഡ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ലെൻഡ് സം എമൗണ്ട്, എത്ര എമൗണ്ട് ലെൻഡ് ചെയ്തു അറ്റ് 4% സിമിലർ ആൻഡ് ഹി ഒബ്റ്റൈൻഡ് റുപ്പീസ് 520 ലെസ് ദാൻ ഹി ലെൻഡ്. ലെൻഡ് ചെയ്ത എമൗണ്ടിനെക്കാട്ടിലും 520 ലെസ് ആണ് കിട്ടിയത് ഇൻ 5 years. സോ ദാറ്റ് മീൻസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. എമൗണ്ട് ലെൻഡ് ചെയ്ത പി ആണെന്ന് വിചാരിക്കുക ഇൻറ്റു ഐ 0.04 into 5 എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾ ലെൻഡ് ചെയ്ത എമൗണ്ടിനെക്കാട്ടിലും 520 കുറവ്. മിസ്റ്റർ എക്സ് ലെൻഡ് സം എമൗണ്ട് 4% സിമിലർ ആൻഡ് ഹി ഒബ്റ്റൈൻ 520 ലെസ് ദാൻ വാട്ട് ഹി ലെൻഡ്. ലെൻഡ് ഇത് എങ്ങനെ വായിക്കണം? ഇത് പി ആണെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന പി മൈനസ് 520 വേണ്ട കറക്റ്റ് എക്സാക്ട്ലി വേണ്ടത് മാത്രമാണുള്ളൂ. ഇതുണ്ട്, ഇത് സിമ്പിൾ ഇംഗ്ലീഷിൽ പറയാനുള്ളത്. ഇത് വായിച്ച് മനസ്സിലാക്കണം എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതർവൈസ് സിമ്പിൾ ക്വസ്റ്റ്യൻ. So that implies നമുക്ക് എന്ത് ചെയ്യാം? 0.04 into 5, that means 0.20p is equal to p minus 520. That implies 0.80p is equal to 520. That implies p equal to 520 divided by 0.8, 650 rupees. ഇൻവെസ്റ്റ് ചെയ്താലാണ് 5 വർഷം കൊണ്ട് 130 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കും. ഓക്കെ, നെക്സ്റ്റ് if rupees 8,829 is invested into 3 different sectors in such a way that their amount at 4% per annum simple interest after 5 years and 6 and 8 years are equal, find each part of the sum. ഇട്ടിരിക്കുന്നത് 8829. നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് നമുക്കൊരു അതായത് ഈ 3 സമ്മും കൂടെ ആഡ് ചെയ്താൽ 8829 നമുക്കൊരു സിമിലായിട്ട് ചെയ്യുന്നത് 8829 വരുന്നത് എന്താണെന്ന് നോക്കാം. നേരെ നമുക്ക് അതർവൈസ് നമുക്ക് ഒത്തിരി സ്റ്റെപ്പിലേക്ക് പോകും. സോ 3069 പ്ലസ് 2970 പ്ലസ് 2790 8829 ആണ് വരുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് വൺ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് വൺ നോക്കാം. ഒരിക്കലും എന്താണ് 3089 ആണ്, 2970 ഒരിക്കലും ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരില്ല? 8829 വരില്ല. അടുത്തതും 3609 2970 3609 ഇതും ആഡ് ചെയ്യുമ്പോൾ വരത്തില്ല. 3069 2960 2760 3069 പ്ലസ് 2960 പ്ലസ് 2760 8789 ആണ്, വരത്തില്ല. therefore നമുക്ക് എന്താണ്, ഒന്നും ചെയ്യാതെ തന്നെ ആൻസർ എന്ത് കിട്ടും?
ഇതായിരിക്കും ആൻസർ. ഇതിൽ നമുക്കൊന്ന് കൺഫേം ചെയ്യാം. സോ ഫസ്റ്റ് പാർട്ടിൻ്റെ പുറത്ത് 3069 into 0.04 into 6. 3069 into 0.04 into 5 ആണ് വേണ്ടല്ലേ, into 5 ആണ്, into 5 ആണ് 613.8. അടുത്തത് 2970 into 0.04 into 6. 2970 into 0.04 into 6. $3069 into 0.04 into 5. 2970 into 0.04 into 6. 7290 into 0.04 into 8. Their amounts after. Accumulated amount ആണ് വന്നിരിക്കുന്നത്. That means 3069. ഇവിടെ നമുക്ക് ആൻസർ 8829 വെച്ച് നമ്മൾ ഒന്ന് കൺഫേം ചെയ്യണം. എക്സാമിൽ നമ്മൾ ഈ കൺഫർമേഷൻ ചെയ്ത സമയം കളയില്ല. ഇവിടെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് വന്നത് അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണെങ്കിൽ P into 1 plus IT 0.04 into 5. 0.04 into 5 plus 1 into 3069. 3682.80. Second case നോക്കാം. 2907 1 plus 0.04 into 6. 0.04 into 6 plus 1 into 2970. Exactly എത്രയാണ്? 3682.80 കിട്ടുന്നുണ്ട്. Then 2790 1 plus 0.04 into 8. 0.04 into 8 plus 1 പഠിക്കുക. 2790 multiply ചെയ്യുമ്പോൾ 3682.80. എല്ലാം നമുക്ക് എന്ത് കിട്ടി? സെയിം കിട്ടി. ഇവിടെ എക്സാമിൽ നമുക്കിത് മതി. അടുത്ത സ്റ്റുഡൻസ് ഔട്ടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 3 സമ്മിൻ്റെയും പുറത്ത് കിട്ടുന്ന 5 വർഷം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞ്, ദാറ്റ് മീൻസ് അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് ബോണ്ടിനെ 1,000 rupees bond paying annual dividend at 8.5%. We redeemed at the end of 10 years. Find the purchase price. And obviously കമ്പനി കൂപ്പൺ റേറ്റ് ഡിവിഡൻഡ് 8.5 തരാമെന്ന് പറഞ്ഞു. ഇൻവെസ്റ്റർ എത്രയാണ്? 8 മതി എന്ന് പറഞ്ഞു. ഒബ്വിയസ്ലി എന്തിനേക്കാട്ടിലും കൂടുതലായിരിക്കും? 1000-നേക്കാട്ടിലും കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് എന്തിലായിരിക്കും പറഞ്ഞിരിക്കുന്നത്? ഒരു പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്താൽ വാങ്ങാവുന്നതായിരിക്കും. ഒരിക്കലും നോർമലി നമ്മൾ അങ്ങനെ പറയാറില്ല. നമ്മൾ റെഗുലർ ബാച്ചിൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നമുക്ക് നോക്കാം. 1000 rupees 8.5% ആണ് ഡിവിഡൻഡ്. 1000 into 8.5%. ദാറ്റ് മീൻസ് 85 rupees വെച്ച് 10 years. അത് എന്താണ്? 85 rupees 85 വെച്ചിട്ട് 10 years. ദെൻ 10th ഇയർ എൻ്റെ എന്തൂടെ കിട്ടും? ₹1000. ഓക്കെ, 10th ഇയറിൽ ഇതിൻ്റെ ഇന്നത്തെ വാല്യൂ ആണ്. ഏത് ഡിസ്കൗണ്ടിങ് റേറ്റിൽ ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്നത്? 8% ആണ്. സോ നമുക്ക് ഫസ്റ്റ് 85 rupees 10 yearsലേക്ക് എന്ന് പറയുമ്പോൾ അതെന്താണ്?
ആനുവിറ്റിയാണ്. ആനുവിറ്റിയുടെ പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ നമുക്ക് എ ഇൻറ്റു എ എത്രയാണ് 85 ഇൻറ്റു പി എൻ 10 ആണ് ഐ 0.08 പ്ലസ് 10th ഇയറിലെ മാത്രം 1000 rupees 1000 ഡിവൈഡഡ് ബൈ 1.08 raised to 10. That implies 85 into 1 divided by 1.08 equal to 10 times GT plus 1000 divided by 1.08 raised to 10. 1.08 1 2 3 4 1 divided by 1.08 1 2 3 4 5 6 7 8 9 10 10 GT അടിക്കുക into 85 570.3569 plus അടുത്തത് 1000 divided by 1.08 1 2 3 4 5 6 7 8 9 10 so 30 463.19 570.35 1033.5 43 ആണ് നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന 1033.55. ഇവിടെ ഈ നൺ ഓഫ് ദീസ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്ത് സമയം കളയേണ്ട. 8.5 തരാമെന്ന് പറഞ്ഞ് 8 മതി എന്ന് പറഞ്ഞു. ഒബ്വിയസ്ലി നമുക്ക് എന്തിലായിരിക്കും പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാനാണ് ആര് പറയുന്നത്, ഇൻവെസ്റ്റർ പറയുന്നത്. ഫോർ ഒബ്വിയസ്ലി 1000-നേക്കാട്ടിലും മുകളിലായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. Mr. X invest ₹1000 every year starting from today for next 10 years. Suppose interest rate is 8%. Annual compound, calculate the future value. Future value of annuity due. Future value of annuity due. Future value of annuity due. Future value of annuity due ആണ്. അത് വരാൻ കാരണം എന്താണ്? Starting from today. Future value formula എന്താണ്? A into 1 plus I the whole raised to n minus 1 divided by I into 1 plus I. 10,000 into 1.08 raised to 10 minus divided 0.08 into 1.08. Just touch it here. 1.08 into equal 2 times 3 4 5 6 7 8 9 10 minus 1 divided by 0.08 into 1.08 into 10,000. One point 1.08 into equal 2 times 3 4 5 6 7 8 9 10 minus 1 divided by 0.08 at 44. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഇതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ വരില്ല. 1,44,000 ഇങ്ങനെയാണ് വരുന്നത്. 1,44,865.625 ഇൻറ്റു 1.08 കൂടെ വരും. ഇൻറ്റു 1.08. സോ 1,56,454 സംതിങ് ആണ് വരുന്നത്. 1,56,454.87. So answer 1,56,454.88. 1,56,458.8. 54. Okay.
Then next one. Three girls and five boys are to be seated in a row such that no two girls sit together. Total number of arrangements. So three girls and five boys. So നമ്മൾ ആദ്യം എന്ത് ചെയ്യും? Three girls, five boys. No two girls sit together. That means ആദ്യം five boys arrange ചെയ്യും. ആണ് boy, boy, boy. Five boys. നമുക്ക് 5 factorial ways arrange ചെയ്യാം. 5 factorial ways arrange ചെയ്യാം. 5 boys 5 factorial into 5 boys arrange ചെയ്യാൻ എത്ര പൊസിഷൻ അവൈലബിൾ ആകും? 1 2 3 4 5 6 6 പൊസിഷൻസിലേക്ക് 3 girls 6p3. So എത്രയാണ്? 120 into 6 factorial divided by 3 factorial. Right, 14,400. 14,400 is the right answer. Then next one. A garden having 6 tall trees in a row. In how many ways 5 children can stand one in a gap between the trees in order to pose for a photograph? Exactly same question നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ് റെഗുലർ ബാച്ചിൽ. 1 2 3 4 5 6. ഇവിടെ 6 ട്രീ ഉണ്ട്. നമുക്ക് 5 ചിൽഡ്രൻ എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ ട്രീ ആണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് 1 2 3 4 5. 5 പൊസിഷൻ ഉണ്ട്. 5 ചിൽഡ്രനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. എത്രയിൽ അറേഞ്ച് ചെയ്യുക? 5 ഫാക്ടോറിയൽ. ദാറ്റ് മീൻസ് 120 ways arrange ചെയ്യാം. 120. Then next one. In how many ways can 4 people be selected random from 6 boys and 4 girls? There are exactly 2 girls. So out of 4 girls and 6 boys, how many ways? 4 നമുക്ക് സെലക്ട് ചെയ്യേണ്ട 4 പേരെയാണ്. അതിനകത്തൊക്കെ എത്രയാണ്? എക്സാക്ട്ലി 2 ഗേൾസ് വന്നിരിക്കും. ദാറ്റ് മീൻസ് എക്സാക്ട്ലി 2 ബോയ്സും വന്നു. മിനിമം അല്ല, എക്സാക്ട്ലി 2 ഗേൾസ്. സോ ഔട്ട് ഓഫ് 4 select 2 at a time, and that means plus out of, and that means into, and that means into. Out of 6 select 2 at a time. നമുക്ക് എങ്ങനെ എഴുതാം? 4c2 into 6c2. 4c2 6 ആണ്. 6c2 15 ആണ്. 6 into 15 90 is the right answer. 90 is the right answer. Okay, then next one. Find the number of arrangements of the letters of the word Monday. Be arranged so that words thus formed begin with M and do not end with N. So Monday, Monday, MONDAY. Okay, എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6. So 6 പൊസിഷൻസ് ആണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. 6 1 2 3 4 5 6. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ വേർഡ് എമ്മിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. എന്തിൽ എൻഡ് ചെയ്യാൻ പാടില്ല? എന്നിൽ എൻഡ് ചെയ്യാൻ പാടില്ല. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പൊസിഷൻ ഫില്ലപ്പ് ചെയ്യണം. ഓൾറെഡി എം ഉണ്ട്, എൻ വരരുത്. സോ ദാറ്റ് മീൻസ് റിമൈനിങ് എത്രയാണ്? റിമൈനിങ് 4 ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? എം എൻ ഒഴികെയുള്ള ഒ ഡി എ വൈ അല്ലെ ഈ 4 ലെറ്റർ ആണ്. ഒരു പ്ലേസ് എത്രയിൽ അറേഞ്ച് ചെയ്യാം? 4p1 അല്ലെങ്കിൽ 4. Then remaining 4 position 4 letters എത്രയിൽ അറേഞ്ച് ചെയ്യാം? 4 factorial. That means 24 into 4 96. 24 into 4 is equal to 96 ways നമുക്ക് arrangements possible ആണ്. 96 ways. Okay, then next one. A sum of money doubles itself at compound interest in 10 years. Then how many years it will become? 8 times. So നമുക്കറിയാവുന്നതാണ് 2 times in 10 years. Then 2 raised to 3 times in dash. N times in t years. Then n raised to m times in m into t. So ഇവിടെ എന്ത് വരും? 10 into 3 30 years. Shortcut formula 30 years. 30 years. Then the sum of n terms, then it's nth term. Sum of n terms. Sum of n terms of an AP 2n square plus 5n.
sum of n terms of an AP 2n square plus 5n. So Sn തന്നിട്ടുണ്ട് 2n square plus 5n. നമുക്ക് വേണ്ട Tn ആണ്. Tn കണ്ടുപിടിക്കാൻ Sn minus 1 ആണ്. സോ അതിനായിട്ട് നമുക്ക് Sn minus 1 കണ്ടുപിടിക്കാനായിട്ട് 2 into n minus 1 the whole square plus 5 into n minus 1. 2 into n square minus 2n plus 1 plus 5n minus 5. 2n square minus 4n plus 2 plus 5n minus 5. So that means 2n square plus n minus 3. Tn കണ്ടുപിടിക്കേണ്ട കൊടുക്കുക 2n square plus 5n minus of 2n square plus n minus 3. So 2n square plus 5n minus 2n square minus n plus 3. So 2n square get cancelled. 5n minus n, 4n plus 3. 4n plus 3. 4n plus 3. 4n plus 3. 4n plus 3 is the right answer. 4n plus 3 is the right answer. Sum of x terms of two APs are in the ratio 3x plus 5. So AP1. Sum of x terms of 2AP is equal to 3x plus 5 divided by 5x plus 3. 5x plus 3. Then ratio of 10th terms. So that means AP1 in the T10 now divided by AP2 in the T10. Okay. So ഇവിടെ നമുക്കൊരു ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്യാൻ നമ്മൾ നോർമലി ക്ലാസ്സിൽ ചെയ്ത് അത് ഒരുപാട് സ്റ്റെപ്പ് വരുന്നതാണ്. നമുക്ക് ഫോമുല ആയിട്ട് യൂസ് ചെയ്യാൻ if ratio of n terms of 2AP is equal to A1 n plus B1 divided by A2 n plus B2 ആണെന്ന് വിചാരിക്കാം. Then ratio of rth term എന്ന് പറയുന്നത് നമുക്ക് n-ന്റെ സ്ഥാനത്ത് നമ്മൾ 2r minus 1 ഇട്ട് കൊടുത്താൽ മതി. A1 into 2r minus 1 plus B1 divided by A2 into 2r minus 1 plus B2. അതായത് നമുക്ക് n-ന്റെ പൊസിഷനിൽ ബ്രാക്കറ്റിൽ put n is equal to 2r minus 1. n is equal to 2r minus 1. So ഇവിടെ നമുക്ക് okay, sum of n terms തന്നിട്ടുണ്ട് 3x. ഇവിടെ x-ന്റെ സ്ഥാനത്ത് n-ന്റെ സ്ഥാനത്ത് x ആണ്. x-ന്റെ സ്ഥാനത്ത് എത്ര എടുത്തോളൂ? 2r. That means 2r 20 minus 1. Okay, 3 into 2 into 10 minus 1 plus 5 divided by 5 into 2 into 10 minus 1 plus 3. So 19 into 3 plus 5, 62 divided by 19 into 5 plus 3, 98. 2 under 31, 49. 31 is to 49.
അല്ലെങ്കിൽ നമുക്ക് 10 എന്ന സ്റ്റെപ്പ് വരും. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഷോർട്ട് കട്ട് ഫോർമുലയാണ്. രണ്ട് എ പിയുടെ സം ഓഫ് എൻ ടേംസിന്റെ റേഷ്യോ എന്നാൽ ആർത്ത് ടേമിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എന്നിന്റെ സ്ഥാനത്ത് ആ തന്നിരിക്കുന്ന റേഷ്യോയിൽ എന്നിന്റെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുത്താൽ മതി? 2r-1 ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്കാണ് വരുന്നത്. ഷോർട്ട് കട്ട് ഫോർമുല. ഓക്കെ, നെക്സ്റ്റ് വൺ. The sum of the first 8 terms of a GP is 5 times the sum of first 4 terms of 4 terms. Sum of first 8 terms. S8 is equal to 5 times. That means 5 into sum of 4 terms of GP. And common ratio. 8th term A into R raised to 8 minus 1 divided by R minus 1 is equal to 5 into R raised to 4 minus 1 divided by R minus 1. So, രണ്ട് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ R minus 1 get cancelled. That implies A into R raised to 8 minus 1 ഞാൻ രണ്ടായിട്ട് എടുത്താണ്. R raised to 4 plus 1 into R raised to 4 minus 1 is equal to 5 into A into. So, നമുക്ക് again AA get cancelled. 5 into R raised to 4 minus 1. So, നമുക്ക് എന്ത് ചെയ്യാം? R raised to 4 minus 1 get cancelled. R raised to 4 plus 1 equal to 5. That implies R raised to 4 is equal to 4. So, 4 ന്റെ root അടിച്ചു കഴിഞ്ഞാൽ 2 ആണ്. That implies R is equal to plus or minus root 2. So 4 ന്റെ റൂട്ട് ഫസ്റ്റ് റൂട്ട് 2 ആണ്. 2 ന് ഒന്നുകൂടെ റൂട്ട് അടിക്കുമ്പോൾ നമുക്ക് എന്താണ്? പ്ലസ് ഓർ ഇവിടെ നമുക്ക് നെഗറ്റീവ് റൂട്ടും എടുത്തിട്ടുള്ളതാണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് 2. പ്ലസ് ഓർ മൈനസ് റൂട്ട് 2. ദെൻ നെക്സ്റ്റ് വൺ. സോ നമുക്ക് ഇത് ഡയറക്റ്റ് നമ്മൾ തിയറി ആയിട്ട് ഷോർട്ട് കട്ട് ഫോമിലായിട്ട് പഠിച്ചാൽ പീത്ത് ടേം ക്യൂ ആൻഡ് ക്യൂത്ത് ടേം പി. ദാറ്റ് ഇംപ്ലൈസ് rth term is equal to P plus Q minus R. ഷോർട്ട് ഫോർമുല ആയിട്ട് നമ്മൾ നോട്ടിൽ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ അതേപോലെ നമുക്ക് MTPയിൽ ചോദിച്ചിരിക്കുന്നു. Then next one, A equal to set 1 2 3 4 5, B is equal to set 2 4, C is equal to set 1 2 3. നമുക്ക് വേണ്ട എന്താണ്? A minus C cross B. A minus C നോക്കാം. എയിലും സിയിലും എയിൽ നിന്ന് സിയെ ഒഴിവാക്കാം. 1 1 3 3 5 5. That means A minus C എന്ത് വരും? സെറ്റ് 2 4 ക്രോസ് ബി തന്നെയാണ് സെറ്റ് 2 4. എക്സാക്ട്ലി സെയിം ക്വസ്റ്റൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. സോ ക്രോസ് പ്രോഡക്റ്റ് മീൻസ് സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ്, ഫസ്റ്റ് മെമ്പർ ഫ്രം എ മൈനസ് സി ആൻഡ് സെക്കൻഡ് മെമ്പർ ഫ്രം ബി. സോ ഇവിടെ രണ്ടും ഈക്വൽ സെറ്റ് ആണ്, രണ്ടും 2 4 ആണ് വരുന്നത്. ഫോർ എന്ത് വരും? ഓർഡേഡ് പെയർ 2 2, ഓർഡേഡ് പെയർ 2 4, ഓർഡേഡ് പെയർ 4 2, ഓർഡേഡ് പെയർ 4 4, 2 2 2 4 4 2 4 4. Choice D is the right answer. Choice D is the right answer. Okay. Then next one. A equal to തന്നിട്ടുണ്ട്. Then relation R. So relation തന്നിരിക്കുന്നത് ഓർഡേഡ് പെയർ 1 1 ഉണ്ട്, ഓർഡേഡ് പെയർ 2 3, ഓർഡേഡ് പെയർ 2 2 ഉണ്ട്, ഓർഡേഡ് പെയർ 3 3 ഉണ്ട്, ഓർഡേഡ് പെയർ 1 2 ഉണ്ട്. ഓക്കെ. സോ ഇവിടെ നോക്കാം. നമുക്ക് ഓർഡേഡ് പെയർ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഇതെന്താണ്? റിഫ്ലക്സീവ് ആണ്. സിമെട്രിക് ആണോ നോക്കാണ്ട് 2 3 ഉണ്ടെങ്കിൽ 3 2 വരണം. ഇല്ല, സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് ആണെങ്കിൽ 1 2 2 ഉണ്ട്, 2 2 3 ഉണ്ടെങ്കിൽ 1 2 3 ഉണ്ടാവണം. അതില്ല. സോ സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. എന്ത് മാത്രമാണ് ഇത്? റിഫ്ലക്സീവ് റിലേഷൻ മാത്രമാണ്. റിഫ്ലക്സീവ് റിലേഷൻ മാത്രമാണ്. Then next one, R, set of real numbers such that f from R to R, G from R to R, then defined by f of x x square. f of x എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? f of x is equal to x square plus 3x plus 1 and g of x defined as 2x minus 3. Okay. Then f composite g of x, f of g of x, f of x എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ g of x ന്റെ ഫംഗ്ഷൻ വാല്യൂ ആയ 2x minus 3 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. 2x minus 3 the whole square plus
3 into 2x minus 3 plus 1. 4x square minus 12x plus 9 plus 6x minus 9 plus 1. So plus 9 minus 9 get cancelled. 4x square minus 6x plus 1. 4x square minus 6x plus 1. Choice C is the right answer. Choice C is the right answer. Okay, then next one. Find the positive value of k for which equations will have real roots. ശ്രദ്ധിക്കേണ്ട പോയിന്റ് റിയൽ റൂട്ട്സ്. എപ്പോഴാണ് റിയൽ റൂട്ട്സ് വരുന്നത്? രണ്ട് ഇൻഇക്വാലിറ്റിയുടെയും അല്ലെങ്കിൽ ഇക്വേഷൻ്റെയും ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരണം. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, സോ ഫസ്റ്റ് എക്സ് സ്ക്വയർ plus kx plus 64 equal to 0. So ഇതിന്റെ b square minus 4ac greater than or equal to 0 എടുത്താൽ b k square minus 4 into 1 into 64 greater than or equal to 0. That implies k square minus 64 into 4 256 greater than or equal to 0. That implies k square greater than or equal to 256. That implies k greater than or equal to k greater than or equal to 256 in a positive square root 16. So first inequality, first in equation പ്രകാരം k യുടെ വാല്യൂ 16 അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കണം. then രണ്ടാമത്തെ quadratic equation x square minus 8x plus k equal to 0. ഇതിന്റെയും b square minus 4ac greater than or equal to 0 ആയിരിക്കണം because roots are real. So that implies നമുക്ക് എങ്ങനെ അറിയാം? minus 8 the whole square minus 4 into 1 into k greater than or equal to 0. So 64 minus 4k 64 greater than or equal to minus 4k plus 4k. That implies 16 greater than or equal to k. That implies k less than or equal to 16. So k greater than or equal to 16 k less than or equal to 16 രണ്ടും കൂടെ വരുന്ന ഇപ്പോൾ മാത്രമാണ് k equal to 16 വരുമ്പോഴാണ്. k യുടെ വാല്യൂ എത്രയായിരിക്കണം? 16. k is equal to 16. Okay, then next one. Parametric function question. X equal to c into t, y equal to c by t. Then നമുക്ക് dy by dx എന്ന് പറയുന്നത് dy by dt divided by dx by dt ആണ്. സോ അതിന് dx divided by dt എത്രയായിട്ടും c into t യുടെ നമുക്ക് എത്ര തന്നെ വരും? 1. That means c. Then dy by dt. So c into d by dt of t raised to minus 1. 1 by t നമുക്ക് എങ്ങനെ എഴുതാം? t raised to minus 1. So that implies c into minus 1 into t raised to minus 2. So that means minus c into t raised to minus 2. അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് d minus c t raised to minus 2 divided by minus c. Sorry, plus c. That means minus t raised to minus 2. That means minus 1 by t square is the right answer. Minus 1 divided by t square. So നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കാവുന്നതാണ്. ലാസ്റ്റ് ടൈം നമുക്ക് പാരാമെട്രിക് ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. നമുക്ക് പ്രോപ്പർട്ടി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. നമുക്ക് നോർമലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പാരാമെട്രിക് ഫംഗ്ഷൻ ഡിഫറൻസിയേഷൻ്റെ കേസിൽ gradient. So that means dy by dx കണ്ടുപിടിക്കാനുള്ള y is equal to 3x square minus 5x plus 4. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy by dx at 1 2. അതായത് ഒരു
എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷനാണ്. y ഇൻ ടേംസ് ഓഫ് എക്സ് മാത്രമാണ്. നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. 6x² മൈനസ് 5ലേക്ക് എക്സിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. 6 × 1² മൈനസ് 5 ആയിട്ടും 1 is the right answer. 1 is the right answer. Then next one. F dash x derivative on f dash x is equal to 3x² plus 2. F of 0 equal to 0 എന്നുണ്ടെങ്കിൽ f of 2 കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ആദ്യം f of x കണ്ടുപിടിക്കണം. അതിന് ഇൻ്റഗ്രൽ f dash x. ഇപ്പോൾ ഈ ഡെറിവേറ്റീവിൻ്റെ എന്താണ് റിവേഴ്സ് പ്രോസസ്സിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ 3x² plus 2 dx. 3 into x cube divided by 3 plus 2x plus c. 3 get cancelled. So that means നമുക്ക് എങ്ങനെ എഴുതാം? x cube plus 2x plus c ആണ് നമ്മുടെ f of x. f of 0 equal to 0 ആണ്. So that implies x cube plus 2x plus c equal to 0. അതായത് 0 എക്സിന് 0 കൊടുത്താൽ 0 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 0 2 ഇൻറ്റു 0 പ്ലസ് ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് സി 0 ആണ്. ദെയർഫോർ നമുക്ക് എങ്ങനെ എഴുതാം? സി 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സിന് സിക്ക് 0 കൊടുത്താൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് ക്യൂബ് പ്ലസ് 2x. സിക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 2x. ദെൻ എഫ് ഓഫ് 2 ആണ് ചോദിച്ചിരിക്കുന്നത്. എഫ് ഓഫ് 2 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 3 8 പ്ലസ് 12 2 ഇൻറ്റു 3 അല്ല 2 ഇൻറ്റു 4 2 അല്ലേ 2x 2 അല്ലേ 8 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 12. Choice C is the right answer. Choice C is the right answer. The next one, last one. So in number of times നമുക്ക് മോക്ക് ടെസ്റ്റുകളിലൊക്കെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ 2 raised to 3x into 3 raised to 2x into 5 raised to x dx. So ഇനി നമുക്ക് ഇൻ്റഗ്രൽ 2 cube the whole raised to x, 3 square the whole raised to x, 5 raised to x dx. That implies integral 8 raised to x, 9 raised to x, 5 raised to x dx. So that means 8 into 9 into 5. Integral 8 into 9 into 5 the whole raised to x dx. 8 into 9 into 5. That means integral 360 raised to x dx. Integral 360 raised to x dx. So that implies നമുക്ക് എന്ത് ചെയ്യാം? a raised to x integral a raised to x എങ്ങനെ എഴുതാം? 360 raised to x divided by log a raised to x divided by log 360 plus c. So 360 raised to x divided by log 360 plus c. So 360 raised to x നെ 360 raised to x നെ വീണ്ടും ക്വസ്റ്റ്യൻ പോലെ ആക്കിയിരിക്കുന്നു. ഒന്നും ചെയ്തിട്ടില്ല. 2 raised to x 2 raised to 3x into 3 raised to 2x into 5 raised to x divided by log 360 plus c. So choice B is the right answer. So ഇത്രയാണ് നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സിൽ വരുന്ന 40 ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമുക്ക് ഇത്രയാണ് ബിസിനസ് മാത്തമാറ്റിക്സിലെ 40 ക്വസ്റ്റ്യൻ. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലോജിക്കൽ റീസണിങ്ങിലെ 20 ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
Then logical reasoning, the first question, coding, decoding ആണ്. First one, if health, HEALTH, is coded as GSKZDG, then how will north will be written in that code? North, NORTH. So നോക്കാം GH, okay. H -1 EAS connected അല്ല, AK LIZ. സോ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് റിവേഴ്സ് ഓർഡറിൽ ഒന്ന് നമ്മൾ ഈ പറയുന്ന ലെറ്റേഴ്സ് എഴുതിയാൽ HTLAEH. ഇനി നോക്കിയേ, GH QRST KL JKL ZAAFCDDE GH. സോ ദാറ്റ് മീൻസ് എന്താണ്, മൊത്തം എന്താണ്, ഒരു -1 കുറവാണ്. സോ ദാറ്റ് മീൻസ് നോർത്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ HTRON. സോ ഇവിടെ -1 എന്നാൽ എത്ര എന്തൊക്കെ വരും? GH RS QR ONO MN. So GSQNM is the right answer. GSQNM will be the right answer. Okay. So coding കണ്ടുപിടിച്ചു, നമ്മൾ അത് വെച്ചിട്ട് decode ചെയ്തു. In a certain code, teacher TEACHER. In a certain code, teacher is written as VGCEGJGT. Teacher TEACHER. Teacher is called as VGCEJGT. So STUV +2 ആണ്, EFG +2 ആണ്, ABC +2 ആണ്, CEFHIJ EFG RST. That means എല്ലാം എന്താണ്, രണ്ട് ഇത് കഴിഞ്ഞ് വരുന്ന ആൽഫബറ്റ്സ് ആണ് നമുക്ക് വരുന്ന, +2 ആണ് വന്നിരിക്കുന്നത്. Therefore നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ചിൽഡ്രൻ CHILDREN ചിൽഡ്രൻ. സോ ഇതേപോലെ +2 എടുത്താൽ ABCDE GHIJ IJK EJK വരുന്ന രണ്ടെണ്ണമുണ്ട്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് MNOP, നമുക്ക് ചോയ്സ് പ്രകാരം ഏറ്റവും അവസാനം EJK വരുന്ന 2 ചോയ്സേ ഉള്ളൂ. EJK വരുന്ന 3 ചോയ്സ് ഉണ്ടല്ലേ, P വരുന്നുണ്ട്. ദെൻ സെക്കൻഡ് ലാസ്റ്റ് ABCDEFG. സോ ഒബിയസ്ലി നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ്. ഇങ്ങനെയാണ് എക്സാമിന് ടൈം ലിമിറ്റിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. So remaining NST. Okay, then next question. Odd man out. 15, 25, 37. 15, 25, 37, 14. ഇതെല്ലാം നമുക്ക് ഓഡ് നമ്പേഴ്സ് ആണ്. പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് 2 എണ്ണം വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഒറ്റ കാര്യമുള്ളൂ, 37. ഇതാണ് ഒരു പ്രൈം നമ്പർ. ബാക്കിയൊന്നും എന്തല്ല, പ്രൈം നമ്പർ അല്ല. Therefore answer 37 will be the right answer. Then next question, 44. The following series number will replace the question mark. Which number will replace the question mark? 23, 29, 31, 37, 41, 43. Then dash. So 23, 25 ആണ് ഓഡ് നമ്പർ ആയിരുന്നെങ്കിൽ വരുന്നത്. ഇവിടെ +4 +2 +4 ഒന്നുമല്ല. 23 ഒരു പ്രൈം നമ്പറാണ്, 29 പ്രൈം നമ്പറാണ്, 31 പ്രൈം നമ്പറാണ്, 37 പ്രൈം നമ്പറാണ്, 41
43 എല്ലാം എന്താണ് പ്രൈം നമ്പറാണ്. അടുത്ത പ്രൈം നമ്പർ എന്ത് വരും? ഈ ഒരു ഓർഡറിൽ പോയി കഴിഞ്ഞാൽ 47 വിൽ ബി ദ നെക്സ്റ്റ് നമ്പർ. ഈ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഈ ഒരു സീരീസ് ഫോളോ ചെയ്താൽ, ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ ദാറ്റ് മീൻസ് 23 മുതൽ അങ്ങോട്ടുള്ള പ്രൈം നമ്പേഴ്സ് ആണ് ഈ ഒരു പാറ്റേൺ, ഈ ഒരു നമ്പേഴ്സിൽ വന്നിരിക്കുന്ന പാറ്റേൺ. Then next one, in a certain language, a certain code language, 253 means 253 means books are old. 546 means man is old. Then 378 means buy good books. So നമ്മുടെ ഫസ്റ്റും സെക്കൻഡ് നോക്കുകയാണെങ്കിൽ 5 കോമൺ ആയിട്ടുണ്ട്, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഓൾഡ് ആണ്. സോ 5 മീൻസ് ഓൾഡ്. ദെൻ 1ലും 3ലും നോക്കുകയാണെങ്കിൽ, 1ലും തേർഡ് 1ലും നോക്കുകയാണെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്ത് വരുന്നുണ്ട്? 3 വരുന്നുണ്ട് അല്ലേ? 3 വരുന്നുണ്ട്, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ബുക്സ്. സോ ദാറ്റ് മീൻസ് 3 എന്താണ്? ബുക്സ് ആണ്. 3 മീൻസ് ബുക്സ്. ഇപ്പോൾ ഇനി മിച്ചം 2 ഉള്ളൂ, അവിടെ എന്തേ ഉള്ളൂ? ആർ. സോ ആർ എന്താണ്? 2. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് നമ്മുടെ നമ്പർ സീരീസ് ഓഡ് കോഡിംഗ് ഡീകോഡിംഗ് ഓഡ് മാൻ ഔട്ടിൽ ചോദിച്ചിരിക്കുന്നത്. ദെൻ യെസ് ലീവ്സ് ഫ്രം ഹെർ ഹോം. ഷീ ഫസ്റ്റ് വാക്ക് 30 meters in north west direction. സോ ഹോമിൽ നിന്ന് നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. സോ ഇതാണ് നോർത്ത്, ഇതാണ് വെസ്റ്റ്. നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഇത് വരും. സോ ദാറ്റ് മീൻസ് നോർത്ത് വെസ്റ്റിലേക്ക് 30 meter. 30. Okay. And then 30 meters in southwest direction. Southwest direction. So southwest ആണ് ഇതിന്റെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സൗത്ത് വെസ്റ്റ്. And next he was 30 meters in southeast direction. Southeast, that means ഇങ്ങോട്ട് വരും 30. Finally she turns towards her house. So finally എന്താണ്? ഹൗസിന്റെ നേരെ തിരിഞ്ഞു. In which direction she is moving now? Is she moving now? So north east, രണ്ടിന് ഇടയ്ക്ക് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലായിരിക്കും ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. Then next one, has moved 75 meters towards north. ഇവിടുന്ന് 75 meters towards north. She turns to the left and walk for 25 meters. ലെഫ്റ്റിലേക്ക് 25. Again walk 80 left, again left. സോ ഇപ്പം വെസ്റ്റിലേക്കാണ്, again left എന്ന് പറയുമ്പോഴത്തേക്കും സൗത്തിലേക്ക് വരും 80 meters. Finally she turns to the right and at an angle of 45 degree. So right now നമുക്ക് സൗത്തിലേക്കാണ്, ദാറ്റ് മീൻസ് സൗത്തിലേക്കാണ്, ഇങ്ങോട്ടാണ് നോക്കുന്നത്. റൈറ്റ് സൈഡ് ഇത് വരുന്നത്, റൈറ്റ് സൈഡ്. സോ നമുക്ക് ഇവിടെ ഇത് വെസ്റ്റിലേക്ക് വരണമെങ്കിൽ നമുക്ക് എന്താണ് 90 ഡിഗ്രിയാണ്, ഒരു ഫുൾ 45 ഡിഗ്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് എന്താ, ഇവിടുന്ന് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ ഇനി എന്താ ചോദിക്കുന്നത്? ഇൻ വിച്ച് ഡയറക്ഷൻ ഷി വാസ് ഫൈനലി മൂവിങ്? സോ ഫൈനലി മൂവിങ് നോക്കുകയാണെങ്കിൽ നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. So he faces towards north, turning to his right and walks. So obviously നോർത്തിലേക്കാണ് നോക്കുന്നത്, റൈറ്റിലേക്ക് വന്നു. ദാറ്റ് മീൻസ് നോർത്ത്. ഈസ്റ്റിലേക്ക് 25 meters. Then he turned to his left and 25 meters. Turn left and 30 meters. So that means north like 30.
Next he moves 25 meters towards right. That means east-ലേക്ക് 25. Then turns to his right again and walk 55 meters. 55 meters. 55. So up to this 30 and 25. 55 meters. Finally, he turns to the right and moves 40. 25 ആണ്. സോ പകുതി വരും. ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. ഇതാണ് in which direction is he now from his starting point. So starting point ഇതാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ വരുന്നത്. സൗത്ത് ഈസ്റ്റ്. Then Pankaj is facing west. He turns 45 degrees. So right now വെസ്റ്റിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. വെസ്റ്റിലേക്കാണ്. വെസ്റ്റ്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്. 45 degrees. So clockwise direction 45 and again another 180 degree in the same direction. That means clockwise തന്നെ ഒരു 180 കൂടെ വരുന്നുണ്ട്. That means clockwise 225 degrees നമുക്ക് വന്നു. Then after that anti-clockwise direction 270. So 270 minus 225, that means 45 degrees difference. അതായത് ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിൽ. സോ ആൻറ്റി ക്ലോക്ക് ഇതാണ് ക്ലോക്ക് ഇതാണ് ആൻറ്റി ക്ലോക്ക് സോ ഇപ്പോൾ റൈറ്റ് നൗ വെസ്റ്റിലേക്കാണ് നിൽക്കുന്നത്. അവിടുന്ന് ആൻറ്റി ക്ലോക്ക് 45 ആൻറ്റി ക്ലോക്ക് 45 ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ എന്തോരും സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും. Okay. Then next one. A man is facing north. He turned 45 degrees. So facing north. Same type of question. North, south, west, east. So 45 degrees. Clockwise 45 plus 180 ആണ്. അങ്ങനെ 225. Anti-clockwise 45. So that means 180 degree clockwise ഉണ്ട്. നോർത്തിലേക്കാണ്. ഇതൊരു 90 ആണ്. ദെൻ ഇത്രയും കൂടെ വരുമ്പോഴാണ് 180 ഡിഗ്രി ക്ലോക്ക് വൈസിൽ വരുമ്പോഴത്തേക്കും നോർത്തിൽ നിന്ന് ഈസ്റ്റിലാകുമ്പോഴത്തേക്കും 90 ആകുമ്പോഴത്തേക്കും ഈസ്റ്റ്. ദെൻ ഒരു 90 കൂടെ വരുമ്പോഴത്തേക്കും എന്താണ് സൗത്തിലാണ് വരുന്നത്. സൗത്ത് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? സൗത്ത്. Then next one. In a straight line there are 6 persons sitting in a row. 6 person. B is between F and D. ആറ് പേരുള്ളൂ. നേരെ എഴുതാം. B is between F and D എടുക്കുകയാണ്. തിരിച്ചു ആകാം. E is between A and C. A does not stand F or D and C does not stand to C. So നമുക്ക് എന്താണ് A E C. Because എന്താണ് A does not stand and A ഇവിടെയും വരില്ല, and C എവിടെയും വരില്ല, ഇവിടെയും വരില്ല. സോ കൊണ്ട് A ഇവിടെ വരാൻ പാടില്ല. എയും C ഇവിടെ വരാൻ ഡിയുടെ റൈറ്റ് സൈഡിൽ വരത്തില്ല. therefore നമുക്ക് എന്താണ് AEC FBD 6 പേരിലേ ഉള്ളൂ. നമ്പർ ഓഫ് ടൈം സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിലും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. AEC FBD. ഇനി എന്താണ് F is between which of the following? F is between B and C. F is between B and C. Choice B is the right answer. F is between B and C. Then next question. 8 leaders P, Q, R, S, T, U, V and W are sitting on a bench facing towards south. Then T is fourth to the left of south, facing towards north. Okay. So 8 persons. നോർത്തിലേക്കാണ്. 1 2 3 4 5 6 7 8. T is fourth
നമുക്ക് 8% നമുക്ക് T is fourth to the left of P. So P കഴിഞ്ഞാൽ 1, 2, 3 കഴിഞ്ഞാണ് T വരുന്നത്. S is fourth to the right of W. S is fourth to the right of W. U and V are not sitting at the end, but they are neighbors of T and Q respectively. P is next to the right of W. So W in the next right ആണ് W in next right ആണ് P എന്ന് പറഞ്ഞിട്ടുണ്ട്. And but left to Q. So ഇവിടെ നമുക്ക് Q. നമുക്ക് നോക്കാം. S is fourth right of W. 1, 2, 3, 2, 3, then yes. Okay. 1, 2, 3, 4, 5, 6, 7, 8. എല്ലാവരും ആയില്ലേ? ഇതായിരിക്കും നമ്മുടെ അറേഞ്ച്മെന്റ്. നമുക്ക് എന്തായാലും നോക്കാം. ഇനി U and V are sitting not at the end but are neighbors of T. So T യുടെ നൈബർ U and Q. Q ന്റെ നൈബർ ആയിട്ട് Q and R. ഇനി എന്തുകൂടെ ഉള്ളു മിച്ചം? P. സോ എന്ത് വരും? T, U, V, W, P, Q, R, S. Who is sitting at the extreme ends? T and S. T and S are sitting at the extreme ends. T and S. T and S. Tയും എസുമാണ് എക്സ്ട്രീം എൻഡ്സിൽ ഇരിക്കുന്നത്. ഇതും നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. Then next one. There are 4 children P, Q, R sitting in a row. P occupies east next to Q. 4 children. P occupies seat next to Q, but not next to R. If R is not sitting next to S, who is occupying seat next to adjacent to S? P occupies next to Q. But not next to R. If R is not sitting next to S, so S കൊടുത്താൽ 4 പേരായില്ലേ? Who is occupying seat next to adjacent to X? Basically ആരാണ്? P. The next one. 5 boys A, B, C, D, E are sitting in a row. A is to the right of B. 5 ഉള്ളൂ. നമുക്ക് നേരെ എഴുതാം. A is to the right of B. So B യുടെ റൈറ്റ് സൈഡിലാണ് A. അപ്പോൾ ഇൻ ബിറ്റ്വീൻ വരുന്നതുകൊണ്ട് ചെറിയ ഗ്യാപ്പ് ഇട്ട് എഴുതുക. രണ്ടുപേരെ നമുക്ക് ഒരുപാട് ഫിഗർ വരച്ച് സമയം കളയരുത്. A is to the right of B and E is to the left of B. So E left to of B but to the right of C. C യുടെ റൈറ്റ് 1, 2, 3, 4, 5. A is to the left of D. A is to the left of D. So D ഇവിടെ കൊടുത്തു. C, E, B, A, D. A is to the left of D. Who is second from the left end? So നമ്മൾ നോർത്തിലേക്കാണ് എടുക്കുന്നത്. സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ് എൻഡ് എന്താണ്? ഫസ്റ്റ് ലെഫ്റ്റ് C ആണ്. Then E. Then next one. 5 persons sitting in a line. One of the 2 persons are extreme end is a professor and other a businessman. There are 5 persons. 1, 2, 3, 4, 5. So one of the 2 persons sitting at extreme ends are professor and other a businessman. This professor ആണെങ്കിൽ ഇത് businessman ആയിരിക്കും. ഇത് businessman ആണെങ്കിൽ ഇത് professor ആയിരിക്കും. An advocate is standing to the right of a student. An author is to the left of businessman. Author is to the left of businessman. So ഇവിടെ businessman വന്നാൽ ഇത് extreme left ആണ്. ഇതിന് ലെഫ്റ്റ് വരില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് ഇത് ഒഴിവാക്കാം. So author businessmanന്റെ ലെഫ്റ്റ്. Author is to the left of businessman. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓതർ ലെഫ്റ്റ് ആണ്. പ്രൊഫസർ ആൻഡ് ദ അതർ ബിസിനസ്മാൻ. അഡ്വക്കേറ്റ് ഈസ് സ്റ്റാൻഡിങ് ടു ദ റൈറ്റ് ഓഫ് സ്റ്റുഡൻറ്. സോ സ്റ്റുഡൻറ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ്. ഓക്കെ. സോ എല്ലായില്ലേ? 1, 2, 3, 4, 5 പേരായി. കൗണ്ടിങ് ഫ്രം ദ ലെഫ്റ്റ്, അഡ്വക്കേറ്റ് ഈസ് അറ്റ് വിച്ച് പ്ലേസ്? സോ 1, 2, 3, തേർഡ് പ്ലേസ്.
counting from the left. Advocate is in the third place. Obviously north direction ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. Pointing to a photograph. Pointing to a photograph. Man said, പറഞ്ഞു, his mother's husband's sister. So pointing to a photograph ilulla person. A person. His mother's husband. His mother's husband. Husband's sister. Husband in a sister is my aunt. Is my aunt. Okay. What is relation between man and he? So mother's husband's sister is my aunt. So obviously ഇവർ തമ്മിൽ മാനും ആ ഫോട്ടോയിലുള്ള ആളും തമ്മിൽ എന്തായിരിക്കും? ബ്രദേഴ്സ് വന്നാലാണ്, സിബ്ലിങ്സ് ആണെങ്കിലാണ് ഇവർ തമ്മിൽ ഇവർ സെയിം ഫാദറിൻ്റെ സെയിം പാരൻസ് വരുമ്പോഴാണ് സിബ്ലിങ്സ് ആണ്. ഫാദറിൻ്റെ സിസ്റ്റർ ഉണ്ടാകണമെങ്കിൽ എന്താണ്? ഒബ്വിയസ്ലി ഇവർ ആ പറയുന്ന രണ്ടുപേരുടെയും മക്കളായിരിക്കും. സോ ഇവരെന്താണ്? ബ്രദേഴ്സ്. സിബ്ലിങ്സ് ആണ്, ബ്രദേഴ്സ് വരും. രണ്ടുപേരും മെയിൽ ആയതുകൊണ്ട് ബ്രദേഴ്സ് വരും. Okay. Then P plus Q means P is the mother of Q. P into Q means P is the father of Q. P minus Q means P is the sister of Q. Then which one of the following relationship shows P is the aunt of A? First നോക്കാം, ഓരോന്നും എടുത്ത് നോക്കാം. B minus D. B minus D means B is the sister of D. B is the sister of D. B is the sister of D. B is the D into A means B is the father of A. Which of the following shows then which of the following shows B is the aunt of A? So obviously A യുടെ ഫാദറിൻ്റെ സിസ്റ്റർ. ഒബ്വിയസ്ലി നമുക്ക് എന്താണ്? ആൻഡ് ആണ്. ഇവിടെ A is the റിലേഷൻ എന്താണ്? A യുടെ ഫാദറിൻ്റെ സിസ്റ്റർ. ദാറ്റ് മീൻസ് A യുടെ ആണ്ട് ആണ് B. B is the aunt of A. So choice A. Then next one. Ram and Mohan are brothers. Shankar is Mohan's father. So Ram and Mohan are brothers. Ram and Mohan are brothers. Shankar is Mohan's father. So Shankarന്റെയും രാമന്റെയും മോഹന്റെയും father ആണ് Shankar. Chaya is Shankar's sister. Chaya. Shankarന്റെ sister ആണ്. Priya is Shankar's niece. Priya is Shankar's niece. So Chayയുടെ daughter ആകാം Priya. Subra is Chaya's granddaughter. Subra is Chaya's granddaughter. Then Ram is Subra's dash. ഇതൊരു അങ്കിൾ. തൊട്ട് മുകളിലത്തെ ജനറേഷൻ മേലാണ്. പാരൻസ് അല്ല വരുന്ന. therefore എന്താണ്? അങ്കിൾ അല്ലെങ്കിൽ ആണ്ട്. ഇവിടെ മെയിൽ ആയതുകൊണ്ട് അങ്കിൾ. Then next one. Pointing to a man in a photograph. So man. Woman ആണ് പറഞ്ഞത്. Pointing to a man in a photograph. Woman said, the father of his brother. So ഈ മാൻ്റെ ബ്രദർ. സോ സിബ്ലിങ്സ് ആണ് ബ്രദർ.
So that means രണ്ടുപേരുടെ father. മാൻ്റെയും ബ്രദറിൻ്റെയും father ആണ്. So father of his brother is the only son of my grandfather. Is the only son of my grandfather. Is the only son of my grandfather. So grandfatherന്റെ only son ആണ്. That means ഈ മാന് ബ്രദറിൻ്റെ ഇവരുടെ എല്ലാം സിസ്റ്റർ ആയിരിക്കും എന്ത് വുമൺ. സോ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ദ ഫാദർ ഓഫ് ഹിസ് ബ്രദർ, ഫോട്ടോയിലുള്ള ആളുടെ ബ്രദറിൻ്റെ ഫാദർ എന്ന് പറയുന്നത് വുമണിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ only son ഓഫ്. ദാറ്റ് മീൻസ് only son എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്താണ് ഇവരുടെ 3 പേരുടെയും ഫാദർ ഒരാളാണ്. Therefore നമുക്ക് എന്ത് വരും ആൻസർ. How is woman related to man in the photograph? Woman is the sister. Woman is the sister of man in the photograph. Then next one, introducing a man. Suresh introduces a man. He is the son of. Suresh ഒരാളെ introduce ചെയ്തു. That man is the son of one of the woman who is the mother of husband of my mother. Who is the mother of husband. He is the son of a woman who is the mother of husband of my mother. It's a son of a woman who, that woman is the mother of. Okay. He is the son of the woman. One son of the woman who, that means woman is the mother of husband of my mother. Who is the mother of husband of my mother. അതായത് മദറിൻ്റെ ഹസ്ബൻഡിൻ്റെ മദർ. സുരേഷിൻ്റെ മദറിൻ്റെ ഹസ്ബൻഡിൻ്റെ മദറാണ് അയാളുടെ അമ്മ. And how is Suresh? How is Suresh is related to man? How is Suresh? ഇവിടെ നമുക്ക് സുരേഷ് ഈസ് ദ ഡാഷ് ഓഫ് നെവ്യൂ. ഇവിടെ നമുക്കുണ്ട്, ഇവിടെ എടുത്തു പറയത്തുണ്ട് ഒള്ളി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ മാനും ഇവർ രണ്ടുപേരും ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു നമ്മൾ റിലേഷൻ വരയ്ക്കുന്നതെങ്കിൽ സുരേഷ് ആരായനെ സൺ ആയനെ. ഇവിടെ ഒള്ളി എന്ന് പറയാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ എടുക്കാവുന്ന നെവ്യൂ ആണ്. സോ ഇവർ തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. സുരേഷ് ഈസ് ദ നെവ്യൂ ഓഫ് ദ മാൻ. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ 20 ക്വസ്റ്റ്യൻസ്. ദെൻ ഒബ്വിയസ്ലി സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് എപ്പോഴും അറിയാം തിയറി ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ്. Statistical description and sampling. Now last time also 9 questions theory question വന്ന ചാപ്റ്റർ. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ഒരു സിംഗിൾ ലൈനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ടൈം ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ 9 മാർക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി മെറ്റീരിയൽ വൃത്തിയായിട്ട് റിവൈസ് ചെയ്താൽ നമുക്ക് 9 മാർക്ക് സ്കോർ ചെയ്യാം. അതും ടൈം ലിമിറ്റിൽ സ്കോർ ചെയ്യാം. അറിയില്ല എങ്കിൽ നമുക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. ഒരു രീതിയിലും ചോയ്സ് മെത്തേഡോ ബിസിനസ് മാത്തമാറ്റിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ മറ്റേ സോൾവിങ് ക്വസ്റ്റ്യൻ കണക്കോ ഒരു രീതിയിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. തിയറി അറിയില്ല എങ്കിൽ ഗോൺ. ഓക്കെ, സോ ലാസ്റ്റ് ടൈം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 9 ക്വസ്റ്റ്യൻ തിയറി ആയിട്ട് വന്നപ്പോൾ നമുക്ക് എന്താണ് അതറിയില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് വൃത്തിയായിട്ട് ആ തിയറി ഫസ്റ്റ് ചാപ്റ്ററിലെ തിയറി വൃത്തിയായിട്ട് നോക്കുക. The number of times a particular items occur in a class interval is called frequency. എത്ര തവണ occur ചെയ്യുന്നു അതിനെ എന്താ വിളിക്കുന്നത്? ഫ്രീക്വൻസി. Then next one,
Anojiv is a graphical representation of cumulative frequency distribution. First one, right answer. So less than agam അല്ലെങ്കിൽ greater than agam അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഒജീവ്. Then next one. From the following data, cumulative frequency of class 2030. So ഇവിടെ നമ്മൾ cumulative frequency എടുക്കുകയാണെങ്കിൽ ഇവിടെ 4 10 30 38 41. So 2030 cumulative frequency 30. Okay, 30. Then next one. In a tabulation, source of data, if any, is shown in the footnote. Okay. Then next one. From the following data, number of class intervals. Number of class intervals if class length is given as 5. So നമുക്ക് class interval. Following data, number of class intervals if class length 5. So class number of class intervals കണ്ടുപിടിക്കാനായിട്ട് range divided by class length തന്നിരിക്കുക. range എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും വലുത് അതിൽ നിന്ന് ഏറ്റവും ചെറുത്. So 73, 72, 65, 40, 80 ആണ് ഏറ്റവും വലുത്. ഏറ്റവും ചെറുത് അങ്ങനെ നോക്കുകയാണെങ്കിൽ 41 ആണ്. സോ റേഞ്ച് 80 minus 41, ക്ലാസ് ലെങ്ത് 5 ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. 39 divided by 5, ദാറ്റ് മീൻസ് 7.8. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ വരുന്നത് 8 ആയിരിക്കും ക്ലാസ് ഇൻ്റർവെൽ വരുന്നത്. ഓക്കെ. ദെൻ next one, find Q1 of the following observation. So തന്നിരിക്കുന്ന ഒബ്സർവേഷൻ ആദ്യം നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. 4 5 7 9 10 6 ഉണ്ടല്ലേ. 4 5 6 4 5 6 7 9 10 14 15 18 20 1 2 3 4 5 6 7 8 9 10. So n 10 ആണ്. So Q1 നമുക്ക് എങ്ങനെ എഴുതാം? 1 into n plus 1 by 4 observation, 11 by 4, 2.75. So second observation, 5 plus second എന്താണ് നമ്മുടെ ഡിഫറൻസ് അതിൻ്റെ 0.75, third 5.75. 5.75 is the right answer. 5.75. Then next one, histogram is useful to determine graphically the value of. Histogram എന്തിനു വേണ്ടിയാണ്? arithmetic mean അല്ല, mode. Data are said to be dashed if the investigator himself responsible for collection of data. So അതിനെ എന്താ വിളിക്കുന്നത്? primary data. A suitable graph for representing the population portioning of a total into subpart in statistic 8. Pie chart മെത്തേഡ് എടുത്തിട്ട് പാർട്ട് നമ്മൾ region suitable total into subpart. ടോട്ടലിനെ സബ്പാർട്ട് ആയിട്ട് നമ്മളൊരു ഫിഗർ ആയിട്ട് കാണിക്കുന്നതാണ് പൈ ചാർട്ട്. Then the aim of 15 observation is 9, aim of 9 observation 11, then the remaining observation. So 15 observation 9 ആണ്. So 15 into 9 135. Then എന്താ പറഞ്ഞിരിക്കുന്നത്? First 9 observation 9 into 11, that means 99. Then remaining 36 and that means
36 divided by 6 എന്ത് വരും 6. റിമൈനിങ് 36 ആണ്. ആവറേജ് എടുക്കുമ്പോൾ 6 പേരുടെ 36 പറയുമ്പോൾ 36 divided by 6 will be the answer. So moderate skewed domestic very very important question. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. മീൻ minus mod is equal to 3 mean minus median. So mean 12 and median 12 minus mod is equal to 3 into 8 mean minus median 12 minus 8 12 minus mod is equal to 12 minus 4 8 4 into 3 into 12. So that implies mod equal to 0. Mod എന്ത് വരും 0 വരും. Okay, mod is equal to 0. The next one, which one of the following is a positional average? Positional average. So AM and GM HM ഈനൊക്കെ എന്താണ് മാത്തമാറ്റിക്കൽ ആവറേജ് ആണ്. പൊസിഷണൽ ആവറേജ് എന്താണ് മീഡിയൻ ആൻഡ് മോഡ് ആണ് വരുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്താണ് മീഡിയൻ. ദെൻ നെക്സ്റ്റ് വൺ, ഫോർ എ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ്. മീഡിയനും മോഡും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന്. ദെൻ ഫ്രീക്വൻസി വന്നിരിക്കുന്നു. സോ മീഡിയൻ cumulative frequency എടുക്കുകയാണെങ്കിൽ 6 15 25 39 then 51 59. So median is equal to 59 plus 1 divided by 2th observation. So that means 30th observation വരുന്നത് എവിടെയാണ്? 30th observation വരുന്നത് ഈ cumulative ഇതിനകത്താണ് വരുന്നത്. Therefore x equal to, that implies x എന്താണ് 4. Next one, quartile deviation ചോദിച്ചിരുന്നു. Quartile deviation formula Q3 minus Q1 divided by 2. So first ഇതിനെ എഴുതുകയാണെങ്കിൽ 8 15 36 38 40 41 അല്ലേ? അസെൻഡിങ് ഓർഡറിൽ എഴുതി 40 41. ദെൻ രണ്ട് കാര്യങ്ങൾ, Q1 പിന്നെ 1 2 3 4 5 6. സോ Q1 എന്ന് പറയുന്ന 1 into 6 plus 1 by 4, 7 divided by 4, 1.7 observation. That means 8 plus 0.75, 36 minus 15, 36 minus 15 into 0.75 plus 8, 23 point 36 1.75 സെക്കൻഡ് ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്. 15 minus 8, 7 into 0.75 plus 8,
13.25. Then Q3 3 into 7 by 40. 5.25. 5.25. 1, 2, 3, 4, 5. 40 plus 0.25 into 41 minus 40. 40.25. Right, 40.25 minus 13.25 divided by 2. Ready? 4. Thirteen point five. 13.5 is the right answer. 13.5. 13.5. Okay. So standard deviation of first consecutive natural numbers. So standard deviation formula root of n square minus 1 divided by 12. Root of 5 square minus 1 divided by 12. Root of 24 divided by 12. That means root 2. Root of 2 is the right answer. Root 2 is the right answer. Then next one. If the profit of a company remains same for the last 10 months, then the standard deviation of profit of the company would be standard deviation എന്താണ് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല എങ്കിൽ എന്തായിരിക്കും obviously 0. Coefficient of quartile deviation is 1 by 4. Then Q3 divided by Q1 is equal to coefficient of quartile deviation. That means Q3 minus Q1 divided by Q3 plus Q1 equal to 1 by 4. That implies 4Q3 minus 4Q1 is equal to Q3 plus Q1. That means 3Q3 is equal to 5Q1. That implies Q3 divided by Q1 5 by 3. 5 divided by 3. Choice A is the right answer. Then next one. Sum of mean deviation, mean and standard deviation of series is A plus B. If 2 is added to each observation, then the series sum of mean and standard deviation is. So mean change varthilla, standard deviation mean change. Sum of mean and standard deviation is. So standard deviation change illa, mean 2 inde difference add cheyidal aa difference kanikkum. Therefore A plus B plus 2. Standard deviation unaffected due to change of origin ആണ്, but mean endana affected due to change of origin ആണ്. Therefore A plus B plus 2 is the right answer. The overall percentage of failure in a certain examination is 0.30. What is the probability that out of a group of 6 candidates at least 4 passed in the examination? So fail ആകാനുള്ളത് Q എടുക്കാം. 0.30 P equal to 0.70. Binomial distribution എടുത്താൽ what is the probability that out of group of 6 and at least 4? That means now കണ്ടുപിടിക്കുന്നത് P of x greater than or equal to 4. That means P of x equal to 4 plus P of x equal to 5 plus P of x equal to 6. So NCX P raised to x into Q raised to n minus x ആണ്. n ഇവിടെ 6 ആണ്.
6c ncx for p raised to x 0.7 raised to 4 into 0.30 raised to 2 plus 6c5 0.7 raised to 5 into 0.3 raised to 1 plus 6c6 0.7 raised to 6 0.30 ഇത് എടുത്തു കഴിഞ്ഞാൽ 6c4 that means 6c2 15 into 0.7 raised to 4 into 0.3 raised to 2 plus 65 61 6 into 0.7 raised to 5 into 0.3 plus 1 into 0.7 raised to 6 into 0.3 15 into 0.7 into 2 times 3 4 into 0.3 into 15 you can write here m plus then 0.7 into 2 times 3 4 5 into 0.3 into 6 equal m plus 0.7 into 2 times 3 4 5 6 into 0.3 raised to 0 0.7443 answer 0.7 then next one in a certain manufacturing process 5% of total produced turn out to be defective. Find the probability that in a sample of 40 tools at most 2 will be defective at most. So n 40 ആണ് p 0.05 ആണ് then mu n into p 40 into 0.05 that means 2 ആണ് e raised to minus 2 എന്നിട്ട് നമുക്ക് ചോദിച്ചിരുന്നത് most will be 2 so p of x less than or equal to 2 that means p of x equal to 0 plus p of x equal to 1 plus p of x equal to 2 so e raised to minus m mu raised to x divided by x factorial plus e raised to minus m into mu raised to x divided by x factorial e raised to minus 2 2 square divided by 2 factorial so e raised to minus 2 എടുത്തു കഴിഞ്ഞാൽ ഇത് 1 ആണ് ഇത് 2 ആണ് 2 ആണ് that means 0.135 into 5 0.135 into 5 0.675 0.675 0.675 is the right answer
Then what is the mean of x? So ഇവിടെ നമുക്ക് f of x normal distribution at 1 divided by sigma into root of 2 pi e raised to minus of x minus mu the whole square divided by 2 sigma square ആണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് mu എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ് മീൻ അല്ലെങ്കിൽ mu എന്ന് പറയുന്നത്. ഫോർമുല പ്രകാരം പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പ്രകാരം നമുക്ക് 10 ആണ്. സോ 10 is the right answer. If mean and variance are 5 and 3 respectively in relation between P and Q. Mean. So mean NP 5, NPQ 3 ആണെങ്കിൽ so Q is equal to നമുക്ക് എത്ര വരും? 5 NPയുടെ സ്ഥാനത്ത് 5 ഇട്ട് കൊടുത്താൽ ഇവിടെ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ so Q എന്ന് പറയുന്നത് 3/5 വരും. 3/5. 3 divided by 5. That means 0.6. Therefore P എന്ന് പറയുന്നത് 1 minus Q ആണ്. So 0.4 വരും. So obviously P less than Q ആണ്. P less than Q. P less than Q. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടി ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. In a Poisson distribution, P of x equal to 4 equal to P of x equal to 5. So e raised to minus m into m raised to 4 divided by 4 factorial is equal to e raised to minus m into m raised to 5 divided by 5 factorial. So e raised to m minus m cancel, m raised to 4 m cancel, 4 factorial മിച്ചം എത്ര വരും? 5 വരും. So that implies cross multiplying m is equal to 5. M is equal to 5 is the right answer. M is equal to 5 is the right answer. Two events A and B are such that they do not occur simultaneously, then they are called mutually exclusive. Mutually exclusive. Mutually exclusive. Then if a coin is tossed 5 times, then the probability of getting a tail and head occurs alternatively. Okay. So നമുക്ക് probability means എന്താണ്? Favorable outcome divided by total outcome. So total outcome നമുക്ക് coin toss ചെയ്യുമ്പോഴത്തേക്കും 2 ആണ് നമുക്ക് വരുന്നത്. 5 times ആകുമ്പോൾ 2 raised to 5 32 outcome ഉണ്ട്. Then നമുക്ക് എങ്ങനെയൊക്കെ വരാം? tail head അല്ലെങ്കിൽ head tail head അല്ലേ? അല്ലേ നമുക്കുള്ളൂ head and tail alternative വരാം. That means 2 ways. Favorable outcome 2 chances ആണുള്ളത്. Total outcome നമുക്ക് 5 times ആയതുകൊണ്ട് 2 raised to 5 32. So 2 divided by 32. 1 divided by 16. 1 divided by 16 is the right answer. 1 divided by 16 is the right answer. When 2 dice are thrown simultaneously, then the probability of getting at least 1 5. At least 1 5. Okay. So 2 dice നമുക്ക് എന്താണ്? probability means എന്താണ്? favorable outcome divided by total outcome. 2 dice draw ചെയ്താൽ 6 outcome. 2 times ആയതുകൊണ്ട് 6 square ആണ് total outcome. So at least 1 5. So that means നമുക്ക് എങ്ങനെയൊക്കെ ആകാം? 5 1, 5 2, 5 3, 5 4, 5 5, 5 6. അടുത്തതോ? അല്ലെങ്കിലോ 1 5, 2 5, 3 5, 4 5, 5 5 റിപ്പീറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഇരിക്കും 6 5. ദാറ്റ് മീൻസ് 1 2 3 4 5 6 7 8 9 10 11. 11 favorable outcome, total 36 outcomes. 11 divided by 36 is the right answer. 11 divided by 36. 11 divided by 36. Then next one. Probability. The probability that a leap year has 53 Wednesdays. So probability again. So leap year means 3.
Leap year has 364. 366 days ആണുള്ളത്. So 52, that means 52 364 plus 2 days ആണുള്ളത്. So obviously നമുക്ക് 52 weeks ഉണ്ട്. 52 weeks ഉണ്ട്, അതാണ് 3. So 52 Wednesdays വരും. Then remaining 2 days. Remaining 2 days എങ്ങനെയൊക്കെ ആകാം? ഒന്നുകിൽ സൺഡേ മൺഡേ, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ, അല്ലെങ്കിൽ ട്യൂസ്ഡേ വെനസ്ഡേ. Then Tuesday, Monday, Tuesday, Tuesday, Wednesday, Wednesday, Thursday, Thursday, Friday, Friday, Saturday. Okay. So രണ്ട് ഡേ ഉണ്ട്. രണ്ട് ഡേയിൽ നമുക്ക് വെനസ്ഡേ ഒന്നുകിൽ ട്യൂസ്ഡേ വെനസ്ഡേ ആകാം, അല്ലെങ്കിൽ വെനസ്ഡേ തേഴ്സ്ഡേ ആകാം. സോ ദാറ്റ് മീൻസ് നമുക്ക് ചാൻസ് ഔട്ട് ഓഫ് 7 ഡേ നമുക്ക് 7 ഡേയ്സിൽ ഏതെങ്കിലും ഒന്നാണ് വരാനുള്ളത്. അതിൽ 7 ചാൻസസ് ആണുള്ളത്. 1, 2, 3, 4, 5, 6. സോ അതിൽ വെനസ്ഡേ വരാൻ നമുക്ക് 2 ചാൻസസ് ഒക്കെ ചെയ്യുന്നുണ്ട്. therefore നമുക്ക് എന്താ പറയാം, 2 divided by 7. 2 divided by 7 is the right answer. 2 divided by 7. Ram is known to hit the target 2 out of 3. Ram is known to, then probability of R. 2 divided by 5. Sorry, 2 out of 3 shots. 2 by 3. And Sham is known to hit the target 5 out of 11. Okay. So probability of R complement 1 minus 1 by 3. S complement 1 minus 5 by 11 and 6 by 11. What is the probability that the target would be hit if both try? So ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ എപ്പോഴും വരുന്ന probability of at least 1. At least 1 കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് 1 minus probability of none hitting the target. So that means 1 minus probability of P of R complement none. P of R complement intersection S complement. That means 1 minus P of R complement into P of S complement independent events. P of R complement 1 by 3, 1 divided by 3 into 6 by 11. 1 minus 6 by 33. 27 divided by 33. 3 under 9 by 11. 9 divided by 11. ഏറ്റവും simplest form ആണ് 9 divided by 11. Choice A is the right answer. Choice A is the right answer. A box carrying 1 dozen of orange, 1/3 has become bad. So 12 എണ്ണം ഉണ്ടായിരുന്നു, ഡസൻ ആണ്. 1/3 bad ആയി. 1/3, that means 4 bad ആയി. Remaining 8 good one ആണ്. If 3 oranges are taken out from the box at random, what is the probability that at least 1 orange of the 3 oranges picked up is good? Okay. That means probability of at least 1 good. That means 1 minus probability of none good. So 1 minus probability of none good. That means നമ്മൾ ഔട്ട് ഓഫ് 4 എണ്ണത്തിൽ നിന്നാണ് ഈ 3 എണ്ണം ബാഡ് ആയിട്ടുള്ളത് എന്നാണ് 4 എണ്ണത്തിൽ 3 എണ്ണം സെലക്ട്. ഇപ്പോൾ നമ്മൾ കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ 4C3 മാത്രം. പക്ഷേ ഇവിടെ പെർമ്യൂട്ടേഷൻ ആയിട്ട് ഡിനോമിനേറ്റർ എന്ത് വരും, ടോട്ടൽ 1ൽ നിന്ന് ഫേവറബിൾ ഔട്ട്കം 4 ബാഡിൽ നിന്നാണ് നമ്മൾ 3 എണ്ണം സെലക്ട് ചെയ്തത്. ടോട്ടൽ എത്രയാണ്, 12ൽ നിന്ന് 3. സോ ദാറ്റ് മീൻസ് 1 മൈനസ് 4C3 എന്ന് പറയുന്നത് 4 തന്നെയാണ്. 12C3 എന്ന് പറയുമ്പോൾ നമുക്ക് 220 കിട്ടും. ദാറ്റ് മീൻസ് 1 minus 1 by 55. So 54 divided by 55 is the right answer. 54 divided by 55 is the
right answer. Then for a m into n classification of bivariate data, maximum number of distribution ordinal conditional distribution is. So ഇവിടെ p into q ആയിരിക്കും ഉദ്ദേശം. അപ്പോൾ ഇവിടെ എന്ത് വരും? p plus q ക്വസ്റ്റൻ വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ m plus n എന്ന് വന്നതിനെ ഉദ്ദേശിച്ചിരിക്കുന്ന p into q അല്ലെങ്കിൽ p cross q എന്ന രീതിയിലായിരിക്കും. Therefore, okay. So ഇതേ ക്വസ്റ്റ്യൻ, ഇതേ മിസ്റ്റേക്ക് നമുക്ക് വേറെയും ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളിൽ വന്നിട്ടുള്ളതാണ്. Then next one, two variables x and y are related as 2x plus 3y minus 70 and mean deviation about the mean of x is 1 and 0.3 respectively. Coefficient of mean deviation of y about mean. So mean deviation of y divided by y bar into 100 ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് 2x y ബാർ കണ്ടുപിടിക്കാനായിട്ട് 2x plus 3y minus 7 equal to 0. So 3y equal to minus 2x plus 7. So 3y bar is equal to minus 2 into x bar plus 7. So y bar, 3y bar is equal to minus 2 into mean 1 plus 7. So that implies 5. Y bar is equal to 5 by 3. Then mean deviation, so 3y, mean deviation of 3y is equal to minus 2x plus 7. That means y equal to minus 2 by 3 x plus 7 by 3. That means mean deviation of y is modulus of 2 by 3 into 0.3. That means 0.2. And then 0.2 divided by 5 by 3 into 100. So 0.2 into 3 divided by 5 into 100. Ready? 12 is the right answer. 12 is the right answer. Okay. Then correlation coefficient is dash of unit of measurement independent of unit of measurement. The coefficient of rank correlation coefficient. So okay, use the formula R is equal to 1 minus 6 sigma di square the whole divided by n into n square minus 1. Okay, the coefficient of rank correlation coefficient obtained by 10 students in English and economics was found to be 0.5 is equal to it was later discovered that difference in ranks in two subjects obtained by one student wrongly taken as 3 instead of 7. Find the correct coefficient of rank correlation. So നമുക്ക് സിഗ്മ ഡി ഐ സ്ക്വയർ കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് അതിനകത്തേക്ക് എത്താൻ പറ്റുള്ളൂ. 1 minus 6 into sigma di square the whole divided by 10 into 10 square minus 1. Okay, so that means 10 square minus 1 9. .5 minus equal to 1 minus 6 sigma di square divided by 990. So 990 into 0.5. Okay. 1 minus അവരായിട്ടപ്പം മൊത്തമായി വന്നു.
990. So that means this can be written as 6 sigma di square divided by 990 is equal to 1 minus 0.5. So that means 990 into 0.5 other divided by 6 ആണ്. That means sigma di square എന്ന് പറഞ്ഞാൽ 82.5 ആണ്. 80 നമുക്ക് കറക്റ്റ് ചെയ്യണം ഇതിനകത്ത്. സോ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി 82.5 പ്ലസ് 7 square minus 3 square plus 49 minus 9 122.5 നേരെ ഇട്ട് കൊടുക്കുക 1 minus 6 into 122.5 divided by 990. 6 into 122.5 divided by 990 minus 1. Then 0.2575. That means 0.26. So it's like 26. Then and then I'm going to Laplace price index number. So sigma P1 Q0 divided by sigma P0 Q0 into 100. So നേരെ calculator use ചെയ്ത് ചെയ്യാം. Sigma P1 Q0 600 P0 Q0 20 100 320 560 into 100. 600 divided by 560 into 100 107.14 107.14. Okay, then the cost of living index in the year 2015 and 2018 were 19.7 97.5. 2015 2018 97.5 and 115. The salary of worker in 2015 19,500. Then ഇവിടെ നമുക്ക് x കിട്ടും. How much additional as required to required him in 2018 to maintain the same standard of living. Okay, നമുക്ക് cross multiply ചെയ്യുമ്പോൾ x is equal to 19,500 into 115 divided by 97.5. So that implies 19,500 into 115 divided by 97.5. So 23,000 ആണ് നമുക്ക് ഇവിടെ വരുന്ന വാല്യൂ 23,000 ആണ്. ഇപ്പോൾ റൈറ്റ് നൗ നമുക്ക് 19,500 ആണ്. സോ എക്സ്ട്രാ വേണ്ട എത്രയാണ് 23,000 മൈനസ് 19,500. റൈറ്റ് നമുക്ക് എക്സ്ട്രാ വേണ്ടത് 3,500. 3,500 is the right answer. Okay, then Fisher's method of construction of index numbers use dash geometric mean, obviously geometric mean. Then consumer price index is commonly known as chain based index, ideal index, wholesale price index, cost of living index. Generally എന്താണ് അറിയപ്പെടുന്നത് cost of living index. Then next one,
Circular test is satisfied by obviously എന്താണ് Pashas അല്ല Laplace അല്ല the simple geometric mean of price relative and weighted aggregate with fixed weights. Choice B is the right answer. Then last one. The consumer price index in 1990 increased by 80%. 1990 increased by 80% as compared to the base year 1980. A person in 1918 getting 6,000 per annum should now get. So 1980 100 ആണെങ്കിൽ 1990 180. So ഇപ്പോൾ 60,000 ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? 60,000 into 180 divided by 100 equal to 1,08,000. 1,08,000 per annum. Choice A is the right answer. So ഇത്രയാണ് നമ്മുടെ mock test paper 2 വരുന്നത്. So next sessionൽ നമുക്ക് ഒരു 250 questions. So അങ്ങനെ നമ്മുടെ MTP2 complete ആയി. Okay, thank you.